നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും നീക്കും. ആമേൻ. ഇരിക്കാവോ? അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. നന്നായിട്ടൊന്ന് കരങ്ങളടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാം. ശക്തമായിട്ട് കരങ്ങളടിച്ച്, നന്നായിട്ട് കരങ്ങളടിച്ച് ഹല്ലേലൂയാ. നമ്മൾ വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുന്ന ചിന്തകളിൽ മുന്നോട്ട് പോവുകയാണ്. ഞാൻ ഇന്നലെ പറയാൻ ശ്രമിച്ചത്, ഒരു ദേശം നമ്മുടെ സ്വന്തമാകുന്നത് ആരാധനയിലൂടെയാണ്. ശത്രുവിൻ്റെ ദൈവരാജ്യത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങളെ തടയാൻ പറ്റുന്നത് ഏകസത്യ ദൈവത്തെ ആരാധിക്കുന്ന ഒരു ജനത രൂപപ്പെടുമ്പോഴാണ്. അപ്പം അത് നമുക്ക് വ്യക്തതയോടെ മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഇന്ന് കുറേ അധികം കാര്യങ്ങൾ ദിവ്യകാരുണ്യത്തിൻ്റെ പല തലങ്ങൾ, പരിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട കുർബാനയർപ്പണം അനുഗ്രഹത്തോടെ ഫലപ്രാപ്തിയോടെ നടത്തുന്നതിന് സഹായിക്കുന്ന ചില ചിന്തകൾ, അതിങ്ങനെ സ്കാറ്റേർഡായ ചില ചിന്തകൾ നിങ്ങളോട് പങ്കുവെക്കാം. ചെറിയ ചിന്തകൾ എന്ന് പറഞ്ഞാൽ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകുന്ന ഒരു രീതിയല്ല. ദിവ്യകാരുണ്യത്തെ പല വീക്ഷണകോണുകളിൽ നിന്ന് നോക്കിക്കാണാനുള്ള ഒരു പരിശ്രമമാണ് ഇന്ന് നടത്താൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധ കുർബാനയ്ക്ക് കൊടുക്കേണ്ട പ്രാധാന്യം തിരിച്ചറിയാൻ അത് നമ്മെ സഹായിക്കും. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ ദിവ്യകാരുണ്യ പ്രബോധനം നടത്തപ്പെടുമ്പോൾ അവിടെ ആവർത്തിച്ച് കാണുന്ന ഒരു വാക്കുണ്ട്. ആ വാക്കിൽ നമുക്ക് ആരംഭിക്കാം. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 6-ാമത്തെ അധ്യായം. യോഹന്നാൻ്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം. ഞാൻ പറയുന്ന വാചകങ്ങൾ അത് മനസ്സിലാകാനായിട്ടൊന്ന് വായിക്കുക. യോഹന്നാൻ്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൻ്റെ 53-ാമത്തെ വാക്യം. യോഹന്നാൻ അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം. യോഹന്നാൻ 6:33 33. യോഹന്നാൻ 6:33 വായിക്കാമോ? എന്തെന്നാൽ, ഉറക്കെ വായിക്കാം. എന്തെന്നാൽ ദൈവത്തിൻ്റെ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് ലോകത്തിന് ജീവൻ നൽകുന്നത് അത്രേ. ലോകത്തിന് ജീവൻ നൽകുന്നത് അത്രേ. അടുത്ത വാചകം വായിക്കാം. 35. യേശു അവരോട് പറഞ്ഞു, ഞാനാണ് ജീവൻ്റെ അപ്പം. എൻ്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയും ഇല്ല. 40 വായിക്കാം. 40. പുത്രനെ കാണുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ആരോ അവന് നിത്യജീവൻ ഉണ്ടാകണമെന്നതാണ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. ഇനി 53. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല. 56. എൻ്റെ ശരീരം 57. ജീവിക്കുന്നവനായ പിതാവിനെ അയച്ചു, ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു, അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. ഇനി 58. ഇത് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പമാണ്. പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചു, എങ്കിലും മരിച്ചു. അതുപോലെയല്ല ഈ അപ്പം, ഇത് ഭക്ഷിക്കുന്നവൻ എന്നേക്കും. അതായത് ഈ 6-ാം അധ്യായത്തിൽ 12 പ്രാവശ്യമാണ് ഈ വാക്ക് ആവർത്തിക്കപ്പെടുന്നത്. വാക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഏതാണ് വാക്ക്? ജീവൻ. ജീവൻ, ജീവൻ. ദിവ്യകാരുണ്യത്തെ പഠിപ്പിക്കുമ്പോൾ ഈശോ ആവർത്തിക്കുന്ന വാക്കാണ് ജീവൻ. 12 പ്രാവശ്യം. വിശുദ്ധ തോമസ് അക്വീനാസ് ദൈവശാസ്ത്രം അദ്ദേഹം ചർച്ച ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ദൈവശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ പേരാണ് സുമ്മ തിയോളജിക്ക. അപ്പോൾ ഈ ഗ്രന്ഥങ്ങളിൽ അദ്ദേഹം ദൈവശാസ്ത്രത്തിൻ്റെ വിവിധങ്ങളായ തലങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹം പരിശുദ്ധ കുർബാനയെ പ്രതിപാദിക്കുന്ന ഭാഗമെത്തുമ്പോൾ മനോഹരമായൊരു കാര്യം വിശുദ്ധ തോമസ് അക്വീനാസ് ചൂണ്ടിക്കാണിക്കും. അദ്ദേഹം പറയും, ഒരു മനുഷ്യന് ജനനമുണ്ട്,
വളർച്ചയുണ്ട്, നിലനിൽപ്പുണ്ട്. ഒരു മനുഷ്യന് ഈ 3 ഘട്ടങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ പറ്റും. ഒരു മനുഷ്യന് ജനനമുണ്ട്, ബർത്തുണ്ട്, ഗ്രോത്ത് ടു മച്യൂരിറ്റി ഉണ്ട്, വളർച്ചയുണ്ട്, പക്വതയിലേക്കുള്ള വളർച്ചയുണ്ട്. 3 നിലനിൽപ്പുണ്ട്, നറിഷ്മെൻ്റ് ഉണ്ട്, നറിഷ്മെൻറ്റ്. അപ്പോൾ ഇത് ഏത് മനുഷ്യൻ്റെയും വളർച്ചയുടെ ഭാഗമാണ്. ഇപ്പം ജനനമുണ്ട്, പക്വതയിലേക്കുള്ള വളർച്ചയുണ്ട്, പിന്നെ നറിഷ്മെൻ്റ് ഉണ്ട്, പോഷണമുണ്ട്. അപ്പോൾ എന്നിട്ട് ഇത് ഇങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം പറയും, ആത്മീയ ജീവിതത്തിന്, സൂപ്പർ നാച്ചുറൽ ലൈഫിനും ഇത് ബാധകമാണ്. ആത്മീയ ജീവിതത്തിനും ഇതുപോലെ തന്നെയുണ്ട്. ജനനമുണ്ട്, ഒരു ആത്മീയ ജനനമുണ്ട്. ഇനി ആത്മീയമായി ജനിച്ചവർ പക്വതയിലേക്ക് വളരുന്നുണ്ട്. അങ്ങനെ വളരുന്നതിന്, അങ്ങനെ വളർന്നു വരുന്നതിന് അവർക്ക് നറിഷ്മെൻറ്റ്, പോഷണവും നിലനിൽപ്പിനുള്ള കാര്യങ്ങളും ആവശ്യമുണ്ട്. ഇത് കാണിച്ചിട്ട് അദ്ദേഹം പറയും, ഒരു ആത്മീയ ജനനം സംഭവിക്കുന്നത് എങ്ങനെയാണ്? മാമോദീസ എന്ന കൂദാശയിലൂടെയാണ്. ക്രിസ്ത്യൻ ബർത്ത്, സൂപ്പർ നാച്ചുറൽ ബർത്ത് ഹാപ്പൻസ് ത്രൂ ദ സാക്രമെൻ്റ് ഓഫ് ബാപ്റ്റിസം. അപ്പോൾ ഈ മാമോദീസ, ജ്ഞാനസ്നാനം എന്ന കൂദാശയിലൂടെ ഒരു വ്യക്തിയുടെ ആത്മീയ ജനനം സംഭവിക്കുന്നു. ഇനി ആ ആത്മീയമായി ജനിച്ച ആൾ പക്വതയിലേക്ക് വളരുന്നതിനുള്ള കൂദാശയാണ് കൺഫർമേഷൻ, സ്ഥൈര്യലേപനം. ഞാനത് വിശദീകരിക്കാം. ഇനി അങ്ങനെ ആത്മീയമായിട്ട് വളരുന്ന ആൾ, അങ്ങനെ വളർന്നു വരുന്ന ഒരു കുഞ്ഞ് പക്വതയിലേക്ക് വളരുമ്പോൾ അതിനാവശ്യമായ നറിഷ്മെൻറ്റ്, പോഷണം, അതാണ് പരിശുദ്ധ കുർബാന. അപ്പം ആത്മാവിൻ്റെ വളർച്ചയ്ക്കും ആത്മാവിലെ ജീവൻ്റെ നിലനിൽപ്പിനും, ആത്മാവിൻ്റെ വളർച്ചയ്ക്കും ആത്മാവിലെ ജീവൻ്റെ നിലനിൽപ്പിനും വിശുദ്ധ തോമസ് അക്വീനാസ് ചൂണ്ടിക്കാണിക്കുകയാണ്, വിശുദ്ധ കുർബാന എന്ന ഭക്ഷണമില്ലാതെ, ആത്മീയ ഭക്ഷണമില്ലാതെ അത് സാധ്യമാവുന്നില്ല. ഞാൻ ഒന്നുകൂടെ വിശദീകരിക്കാൻ പറഞ്ഞത്, വചനം വായിച്ചു പോകുമ്പോൾ കുറച്ചുകൂടെ വ്യക്തത കിട്ടും. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാമത്തെ വാക്യം വായിക്കാം. യോഹന്നാൻ 1:14. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു, കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൻ്റെ ഏകജാതൻ്റേതുമായ. അത് യോഹന്നാൻ 1:14 അല്ലേ? 1:12 വായിച്ചേ. 1:12. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവമക്കളാകാൻ അവിടുന്ന് കഴിവ് നൽകി. അപ്പോൾ ദൈവമക്കളാവുന്നത്, ക്രിസ്ത്യൻ ബർത്ത് നടക്കുന്നത്, ജനനം സംഭവിക്കുന്നത് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോഴാണ്. ആ വിശ്വാസം നമ്മൾ ആദ്യമായി പ്രഖ്യാപിച്ച കൂദാശയാണ് മാമോദീസ. നമുക്ക് വിശ്വാസം പറയാൻ കുഞ്ഞുങ്ങളായിരുന്ന സമയത്ത് സാധിക്കാതിരുന്നത് കൊണ്ട് നമ്മുടെ ജ്ഞാനമാതാപിതാക്കന്മാർ നമുക്ക് പകരം വിശ്വാസം ഏറ്റുപറഞ്ഞ് നമ്മൾ ക്രിസ്തുവിൽ ജനിച്ചു. അതാണ് തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തെ വിശ്വസിച്ചവർക്കെല്ലാം അവിടുന്ന് ദൈവമക്കളായി അപ്പം ജനിച്ചു. ഇനി മറ്റൊരു വചനമുണ്ട്, റോമർ 8:14. റോമർ 8:14. അപ്പോൾ ഇവിടെ വളരെ വ്യക്തതയോടെ ശ്രദ്ധിക്കണം. യേശുവിനെ സ്വീകരിച്ചവർ ആരായി മാറി? ദൈവമക്കളായി മാറി. അപ്പോൾ യേശുവിനെ സ്വീകരിച്ചവരാണ്, അല്ലെങ്കിൽ മാമോദീസായിലൂടെ യേശുവിൽ വിശ്വസിച്ച് യേശുവിനെ സ്വീകരിച്ചവർ ദൈവത്തിൻ്റെ മക്കളായിട്ട് ജനിച്ചു, ദൈവത്തിൻ്റെ മക്കളായി, മക്കളുടെ സ്ഥാനത്തിന് അർഹരായി, അല്ലെ മക്കളായി ജനിച്ചു. ഇനി റോമർ 8:14. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. അവിടെ പറയുന്നത് പുത്രന്മാരെന്നാണ്. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. അതായത് ഈ ജനിച്ച കുഞ്ഞുങ്ങളാണ്, ചിൽഡ്രനാണ്, ശിശുക്കളാണ്. മാമോദീസായിൽ ഒരു ശിശു ജനിച്ചു. ഇനി ആ ശിശു വളരുന്നത് എപ്പോഴാണ്? ദൈവാത്മാവിനാൽ നയിക്കപ്പെടുമ്പോഴാണ്. അതാണ് കൺഫർമേഷൻ, അതാണ് സ്ഥൈര്യലേപനം. ആത്മാവിൻ്റെ സവിശേഷമായ ആവാസം കൈവപ്പിലൂടെ പകരപ്പെടുന്ന കൂദാശയാണത്. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഒരു കുഞ്ഞിന് ലഭിക്കുകയാണ്. അപ്പോൾ അന്ന് മുതൽ ഈ കൂദാശയുടെ കൃപകൾ ഒരു വ്യക്തി യഥാർത്ഥത്തിൽ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ,
ദൈവാത്മാവിനാൽ നയിക്കപ്പെടും. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കണം. ഈ റെനേരോ കന്താലമിസ എന്ന് പറയുന്നൊരു കർദിനാളുണ്ട് റോമിൽ. കന്താലമിസ മാർപ്പാപ്പയുടെ പേപ്പൽ ഹൗസ് ഹോൾഡിൻ്റെ ധ്യാനഗുരുവാണ്. നോമ്പ് കാലത്തൊക്കെ മാർപ്പാപ്പയും പേപ്പൽ ഹൗസ് ഹോൾഡിനെയൊക്കെ ധ്യാനിപ്പിച്ചുകൊണ്ടിരുന്ന കർദിനാളാണ് റെനേരോ കന്താലമിസ. ഈ അടുത്ത വർഷങ്ങളിലാണ് അദ്ദേഹം കർദിനാളായത്. കപ്പൂച്ചൻ വൈദികനാണ്. അപ്പോൾ ഈ കന്താലമിസ അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു വാചകം പറഞ്ഞിട്ടുണ്ട് ഈ കൂദാശകളെ സംബന്ധിച്ച്. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. മാർപ്പാപ്പയുടെ ധ്യാനഗുരു പറഞ്ഞതായതുകൊണ്ട് എനിക്ക് പറയാൻ പേടിയില്ല, അല്ലെങ്കിൽ ഞാൻ പേടിച്ചാൽ ഇത് പറയാം. കാരണം അത് കേൾക്കുമ്പോൾ ചിലപ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടാവും. എന്താ പറയുക, അദ്ദേഹം പറയുകയാണ്, ബാപ്റ്റിസം ആൻഡ് കൺഫർമേഷൻ ആർ ബൗണ്ട് സാക്രമെൻറ്റ്സ്. ഞാൻ ഇംഗ്ലീഷ് പറയുന്നതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട, ഞാൻ മലയാളത്തിൽ പറയും. അത് അദ്ദേഹം പറഞ്ഞ അതുപോലെ പറയാൻ. അദ്ദേഹം ഇറ്റാലിയനിലാണ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഞാൻ വായിച്ചത് ഇംഗ്ലീഷിലാണ്. ബാപ്റ്റിസം ആൻഡ് കൺഫർമേഷൻ ആർ ബൗണ്ട് സാക്രമെൻറ്റ്സ്, ബൗണ്ട് ദ ഗ്രേസ് ഓഫ് വിച്ച് ഹാസ് ടു ബി റിലീസ്ഡ്. ശ്രദ്ധിച്ച് കേൾക്കണം. മാമോദീസായി സ്ഥൈര്യലേപനമൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കൂദാശ സ്വീകരിച്ച സമയത്ത് ഒരു ഉദാഹരണം കാണിച്ചു തരാം. അപ്പോൾ ഇത് വെള്ളമാണ്, ഇതിനകത്ത് വെള്ളമാണ്. ഇത് പാലാണെന്ന് വിചാരിക്കുക. ഈ പാലിനകത്ത് പഞ്ചസാര ഇട്ടു, അല്ലെങ്കിൽ ചോക്ലേറ്റ് ഇട്ടു, എന്തെങ്കിലും ഇട്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ചോക്ലേറ്റ് ഇട്ടു, ചോക്ലേറ്റ് അതിനകത്തുണ്ട്, പഞ്ചസാര അതിനകത്തുണ്ട്. പക്ഷേ ഞാനിങ്ങനെ ചോക്ലേറ്റ് അതിനകത്ത് ഇട്ടിട്ട് ഇങ്ങനെ കുടിച്ചാൽ, അല്ലെ പഞ്ചസാര ഇട്ടിട്ട് കുടിച്ചാൽ പാല് പെട്ടെന്ന് കുടിക്കുമ്പോൾ മധുരിക്കണമെന്നില്ല. മധുരം ഉണ്ടാവണമെങ്കിൽ ഇത് നന്നായിട്ട് ഞാൻ ഇളക്കണം. ഇതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്ക് ഈ കൃപകൾ കൂദാശകളിലൂടെ നൽകപ്പെട്ടിട്ടുണ്ട്. ദ ഗ്രേസ് ഓഫ് വിച്ച് ഹാസ് ടു ബി റിലീസ്ഡ്. ഇത് ഒരു മനുഷ്യൻ വിശ്വാസത്തിലേക്ക് വളരുമ്പോൾ അയാൾ എന്ത് ചെയ്യണം? മാമോദീസായിലെ കൃപാവരത്തെ റിലീസ് ചെയ്തെടുക്കണം. റിലീസ് ചെയ്തെടുക്കാത്ത ആളുകളാണ് കൂടുതലും ഉള്ള കാര്യം പറഞ്ഞേ ഹല്ലേലൂയ. മാമോദീസ സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ തൃത്വം ജീവിക്കുന്ന അനുഭവം ഉണ്ടോ? ഇല്ല. കൺഫർമേഷൻ സ്ഥൈര്യലേപനം സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പരിശുദ്ധാത്മാവ് നയിക്കുന്നുണ്ടോ? ഇല്ല. എന്താ കാര്യം? ആ ഗ്രേസ് ബൗണ്ടാണ്, അടഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ വേറൊരു ഉദാഹരണം പറയാൻ പറ്റിയ ഒരു പാക്കറ്റ്, ബർത്ത്ഡേക്ക് ഒരാൾക്ക് ഒരു സമ്മാനം കൊടുത്തു. ആ സമ്മാന പൊതി ഉണ്ട് അവിടെ, ഇയാളതവിടെ വെച്ചിരിക്കുകയാണ് ആജീവനാന്തം. എന്നാൽ ഇയാൾ ഈ സമ്മാനപ്പൊതി അഴിച്ച് അതിനകത്തിരിക്കുന്നത് എടുത്ത് ഉപയോഗിക്കുമ്പോഴാണ് അത് അയാളുടെ പേഴ്സണലാവുന്നത്. ഇയാളുടെ തന്നെയാണിത്. ഈ സമ്മാനപ്പൊതി അയാളുടെ വീട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ അയാൾ ഈ സമ്മാനപ്പൊതി അഴിച്ച് അത് അയാൾക്ക് ഉപയോഗിക്കുമ്പോഴാണ് അയാളത് പേഴ്സണലൈസ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞ പോലെ മാമോദീസ, ഇപ്പോൾ കന്താലമിസ, ഞാനായിരുന്നെങ്കിൽ ഇപ്പം എന്നെ എറിഞ്ഞേനെ എല്ലാവരും കൂടെ. ഞാനാണിത് പറഞ്ഞിരുന്നെങ്കിൽ. കന്താലമിസ പറഞ്ഞുകൊണ്ടും ആ പറഞ്ഞത് പുസ്തകമായിട്ട് വന്നിട്ടുള്ളത് കൊണ്ടും വിശ്വാസവിരുദ്ധമല്ലാത്തത് കൊണ്ടും ഞാൻ പറയുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അതായത് ബാപ്റ്റിസം ആൻഡ് കൺഫർമേഷൻ ആർ ബൗണ്ട് സാക്രമെന്റ്സ്, ദ ഗ്രേസ് ഓഫ് വിച്ച് ഹാസ് ടു ബി റിലീസ്ഡ്. അപ്പോൾ എന്താ സംഭവിക്കുന്നറിയാമോ? നമ്മൾ മാമോദീസ സ്വീകരിച്ചിട്ടുണ്ട്. ആ മാമോദീസായിൽ നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി. പക്ഷെ വിശ്വാസത്തിൽ വളരുമ്പോൾ നമ്മൾ ആ ദൈവമക്കളെന്ന സ്ഥാനം വിശ്വസിച്ച് ഏറ്റെടുക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. ഈ പാലിനകത്തെ പഞ്ചസാര കലക്കി കുടിക്കണം. ആ മക്കളെന്ന സ്ഥാനം ഏറ്റെടുക്കണം. ഇത് പലപ്പോഴും സംഭവിക്കുന്നുണ്ടോ എന്ന് സംശയമാണ്. ഒരു മഹാഭൂരിപക്ഷത്തിനും ഇത് ശരിക്കും സംഭവിക്കുന്നുണ്ടോ എന്ന് സംശയമാണ്. ഈ മക്കളെന്ന സ്ഥാനം, ആ അവകാശം പലരുടെ ഉള്ളിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല. ഇന്ന് വിശ്വാസികളെ കൂടുതലും ഭരിക്കുന്നത് വിശ്വാസത്തെക്കാളധികം ഭയമാണ്. ഭയം. മനസ്സിലാവുന്നുണ്ടോ? ഭയത്തിൽ നിന്ന് മോചനം തരാനാണ് ക്രിസ്തു നമ്മെ സ്വാതന്ത്ര്യത്തിലേക്കാണ് വിളിച്ചത്. പറയുന്നുണ്ട് റോമർ 8 തന്നെ തുടർന്ന് വരുന്ന വാക്യങ്ങളിൽ പറയുന്നുണ്ട്, നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെ അല്ല, മറിച്ച് പുത്രസ്വീകാരത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന, നിങ്ങളെ വീണ്ടും ഭയപ്പെട്ട് കഴിയാൻ പ്രേരിപ്പിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മ. ഞാൻ ഈ യാത്രക്കിടയിൽ കണ്ടുമുട്ടിയിട്ടുള്ള അനേകം കുടുംബങ്ങൾ ഭയത്തിൻ്റെ കീഴിലാണ്. എന്തിൻ്റെ ഭയം? മന്ത്രവാദത്തെ ഭയം, ആഭിചാരത്തെ ഭയം, ശാപത്തെ ഭയം.
പിന്നെ പിശാചിനെ ഭയം, പിന്നെ മരണത്തെ ഭയം, പിന്നെ ഭൗതികമായ ഒരുപാട് കാര്യങ്ങളിൽ ഭയം. അതായത് നിങ്ങൾക്ക് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഈ വിശ്വാസത്തിൻ്റെ വിപരീത പദം ഗ്രാമർ അനുസരിച്ച് അവിശ്വാസമാണ്, പക്ഷേ ബൈബിൾ അനുസരിച്ച് ഭയമാണ്. വിശ്വാസത്തിൻ്റെ വിപരീത പദം ഗ്രാമർ അനുസരിച്ച് അവിശ്വാസമാണ്, പക്ഷേ ബൈബിൾ അനുസരിച്ച് വിശ്വാസത്തിൻ്റെ വിപരീത പദം ഭയമാണ്. നിങ്ങൾ അവിശ്വാസികളെ, യേശു ചോദിക്കുന്നത്, അവിശ്വാസികളെ നിങ്ങൾ ഭയപ്പെട്ടത് എന്തിന്? വിശ്വസിക്കുക മാത്രം ചെയ്യുക. മനസ്സിലായോ? വിശ്വാസവും ഭയവുമാണ്, ഫെയ്ത്തും ഫിയറും തമ്മിലാണ് ബൈബിൾ കോൺട്രാസ്റ്റ് ചെയ്യുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? കട്ടികൂടി പോകുന്നുണ്ടോ? ഫെയ്ത്തും ഫിയറും തമ്മിലാണ് ബൈബിൾ കോൺട്രാസ്റ്റ് ചെയ്യുന്നത്, വിശ്വാസവും അവിശ്വാസവും തമ്മിലല്ല. വിശ്വാസത്തിൻ്റെ ഓപ്പോസിറ്റ് അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നത്, വിശ്വാസം ഭരണപക്ഷമാണെങ്കിൽ പ്രതിപക്ഷം ഭയമാണ്. മനസ്സിലായി? വിശ്വാസം ഇന്ത്യ ആണെങ്കിൽ പാകിസ്ഥാൻ ഭയമാണ്. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അതിന് അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നത് ഭയമാണ്. അപ്പോൾ എവിടെ ഭയമുണ്ടോ അവിടെ എന്തില്ല? വിശ്വാസം ഇല്ലെന്ന്. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. എവിടെ ഭയമുണ്ടോ അവിടെ വിശ്വാസം ഇല്ല. ഞാൻ പറഞ്ഞിട്ടുള്ളതാണെങ്കിലും ഒരിക്കൽ കൂടെ പറയാം, സന്ദർഭത്തിന് ചേരുന്നതായതുകൊണ്ട് ഒന്നുകൂടെ പറയാം. അതായത് എനിക്ക് ഈ ആരംഭകാലങ്ങളിൽ ഒത്തിരി ആളുകൾ വന്നിട്ട്, ഈ പ്രാർത്ഥിക്കുന്നവരും അങ്ങനെയൊക്കെയുള്ള ആളുകളൊക്കെ വന്നിട്ട് എന്നെ ഭയപ്പെടുത്തുമായിരുന്നു. എന്ത് ഭയപ്പെടുത്തുന്നറിയാം? അച്ഛൻ സൂക്ഷിക്കണം, സാത്താൻ അച്ഛനെ നോക്കി വെച്ചിട്ടുണ്ട്, പിശാച് അച്ഛനെ അടിക്കാൻ നോക്കിയിരിക്കുകയാണ്, എന്നിട്ട് ഇങ്ങനെ ഓരോ അതും ഇതൊക്കെ പറയും. നിങ്ങളുടെ കാര്യം മനസ്സിലാവേണ്ടത്, മനുഷ്യൻ്റെ മനസ്സിൽ ഒരു കാര്യം കയറുന്നത് എപ്പോഴാണെന്നറിയാമോ? ആവർത്തിച്ച് കേൾക്കുമ്പോഴാണ്. ഇതൊരു സ്ട്രാറ്റജിയാണ്, വളരെ ശ്രദ്ധിച്ചോണം. ഫാസിസം വേര് പിടിച്ചത് അങ്ങനെയാണ്. നാസി കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ മനുഷ്യനെ വിഷവാതകം, കുളിക്കാൻ ബാത്റൂമിനകത്തേക്ക് കയറുമ്പോൾ ഈ വെള്ളം വരുന്ന ഈ എന്താ പറയുന്നത്, ഷവറിനകത്തുനിന്ന് വെള്ളത്തിന് പകരം വിഷവാതകം വന്ന് മനുഷ്യൻ ശ്വസിച്ച് ദശലക്ഷക്കണക്കിന് മനുഷ്യരെ കശാപ്പ് ചെയ്ത ഹിറ്റ്ലർ, ഈ നാസിസം അല്ലെങ്കിൽ ഫാസിസം, ഇതൊക്കെ ജർമ്മനിയിലെ ധൈഷണിക ബോധമുള്ളൊരു തലമുറയുടെ അവബോധങ്ങളിൽ ആഴത്തിൽ രജിസ്റ്റർ ചെയ്തത് എങ്ങനെയെന്നറിയാമോ? എല്ലാ പ്രതിലോമകരമായ ആശയങ്ങളും രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് ആവർത്തിച്ച് പറയുമ്പോഴാണ്. ആവർത്തിച്ച് ഒരു നരേറ്റീവ് റിപ്പീറ്റഡ് ആയിട്ട് പറയുമ്പോൾ 10 പ്രാവശ്യം കേട്ട് കഴിയുമ്പോൾ ഒരാൾക്കത് സത്യമാണെന്ന് തോന്നും. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, ഇത് ഇന്ന് ഇന്ത്യയിൽ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ ഈ സാധനം വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഒരു നരേറ്റീവ് റിപ്പീറ്റഡ് ആയിട്ട് പറയണം. ഒരു നുണ ആവർത്തിച്ച് പറഞ്ഞാൽ 15 തവണ കേട്ട് കഴിയുമ്പോൾ നമുക്കത് സത്യമാണെന്ന് തോന്നും. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായി? 15 തവണ ഒരേ നുണ ആവർത്തിച്ച് പറഞ്ഞു കഴിയുമ്പോൾ അത് ജനത്തിൻ്റെ അവബോധത്തിൻ്റെ ഭാഗമാവും. അപ്പോൾ ഹിറ്റ്ലർ ചെയ്തത് അതാണ്, എല്ലാ ഫാസിസ്റ്റുകളും ചെയ്യുന്നത് അതാണ്. എന്താണെന്നറിയാം? നുണകൾ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിന് അവരെല്ലാ ഏജൻസികളും ഉപയോഗിക്കും, മീഡിയ ഉപയോഗിക്കും, രാഷ്ട്രീയ സംവിധാനങ്ങൾ ഉപയോഗിക്കും, സംഘടനാ ബലം ഉപയോഗിക്കും. എന്നിട്ട് നുണകൾ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. 10 തവണ നുണ കേട്ട് കഴിയുമ്പോൾ മനുഷ്യനെല്ലാം മറക്കും. പറഞ്ഞേ ഹല്ലേലൂയ. ഇനി ഇതിൻ്റെ മറുവശം ഞാൻ പറയാം. ഈ നുണയെ നേരിടാനുള്ള വഴി എന്താ? ഈ ആവർത്തിച്ച് പറഞ്ഞ് സത്യമാക്കിയ നുണയെ നേരിടാൻ എന്താ വഴി? സത്യം ആവർത്തിച്ച് പറയുക എന്നുള്ളതാണ്. സത്യം റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ ചെയ്യുന്നുമില്ല. നുണകൾ പ്രചരിപ്പിക്കപ്പെട്ട് കാലാന്തരത്തിൽ അത് സത്യമായി മാറുകയും, അപ്പൊ സത്യം മനുഷ്യന് മനസ്സിലാവാതിരിക്കുമ്പോൾ സത്യം പറയാൻ ബാധ്യതയുള്ളവർ അത് പറയാതിരിക്കുകയും ചെയ്യുന്നു, മിണ്ടാതിരിക്കുകയും ചെയ്യുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ ഇങ്ങനെ വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറയുകയാണ്, എപ്പോഴും പറയുകയാണ്. ഇപ്പൊ ഇത് പറഞ്ഞ് കേട്ട് എനിക്ക് എൻ്റെ അകത്ത് ഭയം വരാൻ തുടങ്ങി. അപ്പോൾ ഒരു കാര്യം ചെയ്യാൻ ഇറങ്ങുമ്പോൾ പേടിയാണ്, ഒരു കൺവെൻഷന് പോകാൻ ഇറങ്ങുമ്പോൾ പേടിയാണ്. മനസ്സിലായോ? കാരണം എന്താണ്? പിശാച് അങ്ങനെ ചെയ്യും, പിശാച് ഇങ്ങനെ ചെയ്യും. ഇനി വന്നു കഴിയുമ്പോൾ പിശാച് ഇങ്ങനെ ചെയ്യും, കൺവെൻഷൻ കഴിയുമ്പോൾ പിശാച് അങ്ങനെ ചെയ്യും. ഇവിടെ ഇരിക്കുന്ന ആളുകളുടെ മുഴുവൻ പിശാച് പ്രസംഗിക്കുന്നവൻ്റെ ദേഹത്ത് വരും. ഇനി ഇത് ആരുടെയും തലയൊക്കെ വെച്ച് പ്രവർത്തിച്ചാൽ അവനിലുള്ളതെല്ലാം ഇങ്ങോട്ട് വരും. ഇതെല്ലാം ഈ നാട്ടിൽ പ്രചരിക്കുന്ന നുണകളാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഈ നാട്ടിൽ പ്രചരിപ്പിക്കപ്പെടുന്ന നുണകളാണിതെല്ലാം. അപ്പോൾ എന്ത് ചെയ്യുന്നറിയാം? ഇങ്ങനെ എല്ലാം പറഞ്ഞ് നമുക്ക് പേടിയാവുകയാണ്. അപ്പോൾ ആ നാളുകളിൽ എനിക്ക് ഇനിയും ഇത് അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ മുന്നോട്ട് ഒന്നുകിൽ ഇത് സത്യമായിരിക്കണം, അല്ലെങ്കിൽ സത്യം എന്താണെന്ന് അറിയണം.
അപ്പോൾ ആ സമയത്ത് ഞാൻ ഇതിനെക്കുറിച്ച് ആകുലപ്പെട്ടും പ്രാർത്ഥിച്ചും ആലോചിച്ചും നടക്കവേ ഒരിക്കൽ പരിശുദ്ധാത്മാവ് സംസാരിച്ചു. ഒരു ഉപമയാണ് ദൈവം സംസാരിച്ചത്. ആ ഉപമ ഇതാണ്. അതായത് കർത്താവ് ചോദിക്കുകയാണ്, പഞ്ചായത്ത് പ്രസിഡൻറ്റിനുള്ള പ്രൊട്ടക്ഷനാണോ ജില്ലാ കളക്ടറിന്? ജില്ലാ കളക്ടറിനുള്ള പ്രൊട്ടക്ഷനാണോ മുഖ്യമന്ത്രിക്ക്? മുഖ്യമന്ത്രിക്കുള്ള പ്രൊട്ടക്ഷനാണോ പ്രധാനമന്ത്രിക്ക്? പ്രിൻസിപ്പിൾ എന്താ? ഹയർ ദ ഗ്രേഡ്, ഹയർ ദ പ്രൊട്ടക്ഷൻ. എന്താണ് ഇപ്പോൾ നമ്മളോട് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഒത്തിരി ഒന്നും ചെയ്യണ്ട, മര്യാദയ്ക്ക് അവനവൻ്റെ പള്ളിയൊക്കെ നോക്കി അത്യാവശ്യമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് പോയാൽ മതി. ഒരുപാട് കാര്യങ്ങളിൽ ഇറങ്ങുമ്പോൾ സാത്താൻ ഉപദ്രവിക്കും. ഇതാണല്ലോ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പരിശുദ്ധാത്മ എന്താ പറയുന്നറിയാമോ? നീ ഒരു കാര്യം ചെയ്യുമ്പോൾ നിനക്ക് സംരക്ഷണത്തിന് ഒരു മാലാഖയാണെങ്കിൽ, നീ 10 കാര്യം ചെയ്യുമ്പോൾ നിനക്ക് സംരക്ഷണത്തിന് 10 മാലാഖ ഉണ്ടാവും. പാതി വഴിയിൽ കളഞ്ഞിട്ട് പോകുന്ന ഒരാളല്ല കർത്താവ്. മനസ്സിലായോ? നമ്മൾ അതിശക്തമായിട്ട് ദൈവരാജ്യത്തിന് വേണ്ടി മുന്നോട്ട് പോകുമ്പോൾ അതിനേക്കാൾ നമ്മളെ ആക്രമിക്കാൻ സാധ്യതയുള്ള സകല ദുർശക്തികളുടെ 10 മടങ്ങ് ശക്തിയുള്ള മാലാഖമാര് 4 ചുറ്റിനും നമ്മുടെ സഹായത്തിനുണ്ടാവും എന്നതാണ് സത്യം. പറഞ്ഞ ഹല്ലേലൂയ. മറ്റേത് നുണയാണ്. എനിക്ക് മനസ്സിലാവുന്നുണ്ടോ? മറ്റേത് നുണയാണ്. പറഞ്ഞ ഹല്ലേലൂയ. എനിക്ക് എൻ്റെ ജീവിതത്തെ വല്ലാതെ ലിബറേറ്റ് ചെയ്ത ഒരു സത്യമാണത്. ഭയം, എല്ലാം ഭയം പൂർണ്ണമായിട്ടും സമ്പൂർണ്ണമായിട്ടും. അതായത് ഒരു കാര്യവും ചെയ്യാൻ, ദൈവരാജ്യത്തിന് വേണ്ടി എന്ത് കാര്യത്തിനിറങ്ങാനും ഒരു ഭയവുമില്ലാത്ത വിധത്തിൽ എൻ്റെ അകത്തു നിന്ന് ഭയത്തെ വേരോടെ പിഴുത് കളഞ്ഞ ഒരു കാര്യമാണിത്. ഹയർ ദ ഗ്രേഡ്, ഹയർ ദ പ്രൊട്ടക്ഷൻ. നീ ദൈവരാജ്യത്തിന് വേണ്ടി കൂടുതൽ അധ്വാനിക്കും തോറും നിനക്ക് വേണ്ടി മാലാഖമാര് കൂടുതൽ ഡിപ്ലോയ് ചെയ്യപ്പെടും. പറഞ്ഞ ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ വിശ്വാസത്തിൻ്റെ വിപരീത പദം ഭയമാണ്. ഭയത്തിൻ്റെ ഓപ്പോസിറ്റ് വിശ്വാസമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, റിലീസ് ചെയ്യപ്പെടുന്നില്ല. ദൈവമക്കളെന്ന് പറയുന്ന ആ പൊസിഷൻ, ദൈവത്തിൻ്റെ മക്കളാണിത്. കർത്താവ് പറയാണ്, നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന, ഞാൻ ആ പറയുന്ന വചന ഓർമ്മയുണ്ടല്ലോ, റോമർ 8:14 മുതലാണ്. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെ അല്ല, മറിച്ച് പുത്രസ്വീകാരത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം ദൈവത്തെ ആവാ പിതാവേ എന്ന്, അതായത് ഈ കൺഫർമേഷനിലൂടെ, ഞാൻ സ്ഥൈര്യലേപനത്തിലൂടെ പകരപ്പെട്ട ഈ ആത്മാവ്, മാമോദീസായിലൂടെ പകരപ്പെട്ട ഈ ആത്മാവ് നമ്മളെ സഹായിക്കുന്നത് ദൈവത്തെ അപ്പ എന്ന് വിളിക്കാനും നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ് എന്ന ബോധത്തിലുമാണ്. നമ്മളെ സ്ഥിരീകരിക്കുകയാണ്, കൺഫേം ചെയ്യുകയാണ്. കൺഫർമേഷൻ, ഉറപ്പിക്കുകയാണ്. എന്തിലേക്ക് ഉറപ്പിക്കുന്നു? നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്. നീ പിതാവായ ദൈവത്തിൻ്റെ മകനാണ്, മകളാണ്. നീ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. നിനക്ക് ദൈവരാജ്യത്തിൽ ഒരു ദൗത്യമുണ്ട്. നീ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ആളാണ്. ഇതാണ് കൺഫർമേഷൻ. പിടിയിട്ടുന്നുണ്ടോ? പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ മാമോദീസായിലൂടെ ഒരു ദൈവമകൻ, ദൈവമകൾ ജനിച്ചു. സ്ഥൈര്യലേപനത്തിലൂടെ ആ കുഞ്ഞ് ഈ ബോധ്യത്തിൽ, ഈ അഭിഷേകത്തിൽ വളരുന്നു. ഗ്രോത്ത് ടു മച്യൂരിറ്റി. ഇനി അങ്ങനെ വളരുന്ന ഒരു ആത്മാവിന് നറിഷ്മെൻ്റാണ്, പോഷണം. ആ ജീവൻ നിലനിർത്താനും ആ ജീവൻ പോഷിപ്പിക്കപ്പെടാനും ആ ജീവൻ ശക്തമാകാനുമുള്ള ആത്മീയ ഭക്ഷണമാണ്. തോമസ് അക്വീനാസ് പറയുന്നു, ആത്മീയ ഭക്ഷണമാണ് പരിശുദ്ധ കുർബാന. അതുകൊണ്ട് അത് ആത്മാവിൻ്റെ ഭക്ഷണമാണ്. ആത്മാവിന് ഭക്ഷണം കൊടുക്കണം. ആ കൊടുക്കുന്ന ഭക്ഷണമാണ് പരിശുദ്ധ കുർബാന. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ ആവർത്തിക്കപ്പെടുന്ന ഒരു വാക്ക് ഞാൻ പറഞ്ഞു, ജീവൻ. അപ്പം ജീവൻ ഉണ്ടാവാൻ, ജീവൻ നിലനിൽക്കാൻ, ജീവൻ പോഷിപ്പിക്കപ്പെടാൻ പരിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുകയും പരിശുദ്ധ കുർബാന യോഗ്യതയോടെ സ്വീകരിക്കുകയും ചെയ്യണം. ഇതൊരു വശത്ത്. ഇനി അടുത്തൊരു കാര്യത്തിൽ, ഇതിൻ്റെ വേറൊരു തലം ശ്രദ്ധിച്ചിരിക്കണേ. മറ്റൊരു തലം എന്ന് പറയുന്നത്, ഈ വാക്ക് വളരെ പ്രധാനപ്പെട്ടത്, അതൊന്ന് വിശദീകരിക്കേണ്ടതുണ്ട്. ജീവൻ. ജീവൻ എന്താണ്? ലൈഫ്. യോഹന്നാൻ ഉദ്ദേശിക്കുന്നത്, യോഹന്നാൻ്റെ സുവിശേഷം മുഴുവൻ ഈ വാക്കാണ്. സത്യം പറഞ്ഞാൽ ഈ വാക്ക് മനസ്സിലായാൽ യോഹന്നാൻ്റെ സുവിശേഷം മുഴുവൻ മനസ്സിലാവും. ഉദാഹരണം പറഞ്ഞാൽ, യോഹന്നാൻ 1-ാം അധ്യായത്തിൽ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, ആദിയിൽ അവൻ ദൈവത്തോടു കൂടിയായിരുന്നു, അവനിലൂടെയാണ് എല്ലാം സൃഷ്ടിക്കപ്പെട്ടത്, അവനെ കൂടാതെ ഒന്നും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല, അവനിൽ ജീവനുണ്ടായിരുന്നു. കണ്ടോ? തുടങ്ങുമ്പോൾ തന്നെ ആദ്യ പാരഗ്രാഫിലെ 3-ാമത്തെ വാക്യത്തിൽ എത്തുമ്പോൾ ഈ വാക്ക് അവതരിപ്പിച്ചു. ഏതാണ് ആ വാക്ക്? ജീവൻ. മനസ്സിലായി? അതൊന്ന് വായിക്കാമോ? യോഹന്നാൻ 1 അവനിൽ
ജീവനുണ്ടായിരുന്നു. ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. അവനിൽ ജീവനുണ്ടായിരുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. അവനിൽ ജീവനുണ്ടായിരുന്നു. ഇനി എന്നെ ഒന്ന് ശ്രദ്ധിക്കാവോ? യേശു ഈ ഭൂമിയിൽ നിന്ന് മടങ്ങിപ്പോയതിന് ശേഷം ഏകദേശം ഒരു 70 കൊല്ലം കഴിഞ്ഞ് എഴുതപ്പെടുന്ന ഗ്രന്ഥമാണ് യോഹന്നാൻ്റെ സുവിശേഷം. അപ്പോൾ അന്ന് യേശുവിനെ കണ്ടിട്ടുള്ള ആളുകൾ കുറവാണ്. പലരും മരിച്ചുപോയി. ഇനി അതിൻ്റെ അവസാനത്തെ, ആ പരമ്പരയിലെ അവസാനത്തെ കണ്ണി എന്നോണം യോഹന്നാനുണ്ട്. അപ്പോൾ ഈശോയെ കണ്ടിട്ടില്ലാത്തൊരു പുതിയ തലമുറയ്ക്ക് യോഹന്നാൻ യേശുവിനെ പരിചയപ്പെടുത്താൻ ഇത് എഴുതുകയാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, ആ വചനം ദൈവമായിരുന്നു, ആ വചനം ദൈവത്തോടു കൂടിയായിരുന്നു, പിന്നെ ആ വചനം മാംസമായി ലോകത്തിൽ വസിച്ചു, പ്രത്യക്ഷപ്പെട്ടു. ഇതൊക്കെ യോഹന്നാൻ യേശുവിനെ അങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്. അപ്പം അങ്ങനെ യേശുവിനെ അവതരിപ്പിച്ച് യേശുവിൻ്റെ ജീവചരിത്രം എഴുതുമ്പോൾ, ഈശോ മരിച്ച് ഏതാണ്ട് ഒരു 70 കൊല്ലം കഴിയുമ്പോൾ, ഈശോ സ്വർഗാരോഹണം ചെയ്തൊരു 70 കൊല്ലം കഴിയുമ്പോൾ എഴുതപ്പെട്ട ഈ ഗ്രന്ഥത്തിൽ യേശുവിനെ പരിചയപ്പെടുത്തുമ്പോൾ, നന്നായി ശ്രദ്ധിക്കണം, യേശുവിനെ പരിചയപ്പെടുത്തുമ്പോൾ വായനക്കാരൻ ഇങ്ങനെ വായിച്ച് വരുമ്പോൾ ഈ വാക്യത്തിലെത്തുമ്പോൾ ദിസ് ഈസ് എ സ്റ്റംബ്ലിംഗ് ബ്ലോക്ക്. ഇതൊരു പ്രതിബന്ധമാണ് വായനക്കാരന്. സീരിയസ് ആയ ഒരു വായനക്കാരന് ഇത് പ്രതിബന്ധമാണ്. ഏത് വാക്ക്? അവനിൽ ജീവനുണ്ടായിരുന്നു. നിങ്ങളെന്നാലോചിച്ച് നോക്കും. ഞാൻ പറയുകയാണ്, ഇപ്പം ഇന്ന് ഞാൻ രാത്രി തിരുവനന്തപുരത്തിന് തിരിച്ചു പോകും, ശരിക്കും പോകും. അപ്പോൾ ഇന്ന് രാത്രി ഞാൻ തിരിച്ചു പോകുമ്പോൾ ഞാൻ ബസ്സിനാണ് പോകണമെന്ന് വിചാരിക്കുക. ഞാൻ ബസ്സിനാണ് പോകുന്നത് എന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ ബസ്സിന് തിരുവനന്തപുരത്തിന് പോകുമ്പോൾ എൻ്റെ അടുത്ത് തലപ്പാവൊക്കെ കെട്ടിയ നല്ല സൈസുള്ള ഒരു സിഖുകാരൻ ഇരിപ്പുണ്ടെന്ന് വിചാരിക്കാം എൻ്റെ ലെഫ്റ്റ് സൈഡിൽ. അപ്പോൾ പോകുന്ന വഴിക്ക് ഞാൻ എൻ്റെ അമ്മയെ വിളിച്ചു. അമ്മ, എൻ്റെ കൂടെ ഒരു സിഖുകാരൻ ഇരിപ്പുണ്ട് അമ്മ. ഞാൻ എൻ്റെ അമ്മയോട് പറയുകയാണ്. അപ്പോൾ എൻ്റെ അമ്മ പറയുകയാണ്, സിഖുകാരനാണോ? സിഖുകാരൻ്റെ കയ്യിലല്ലേ മറ്റേ കത്തി വാളൊക്കെ ഉള്ളത്? അപ്പോൾ ഞാൻ പറഞ്ഞു, അതെ മോനെ സൂക്ഷിച്ചോണേ, അറിയാതെങ്ങാണ് വാള് ദേഹത്ത് കൊള്ളാതിരിക്കാൻ നോക്കിക്കോണേ എന്നൊക്കെ എൻ്റെ അമ്മ എന്നോട് പറയും. അപ്പോൾ ഞാനിങ്ങനെ അമ്മയോട് വിശേഷം എല്ലാം പറഞ്ഞ് ഈ സിഖുകാരനെ കുറിച്ചാണ് കൂടുതലും ഞാൻ പറയാം. അവന് മലയാളം അറിയാത്തതുകൊണ്ട് ഞാൻ സ്വതന്ത്രമായിട്ട് അവനെക്കുറിച്ച് സംസാരിക്കാം. അങ്ങനെ തിരുവനന്തപുരത്ത് എത്തിക്കഴിയുമ്പോൾ വിശേഷം എല്ലാം പറഞ്ഞിട്ട് ഞാൻ പറയുകയാണ്, അമ്മ സിഖുകാരനുണ്ട്, ഇന്ന കളർ ഡ്രസ്സാണ് ധരിച്ചിരിക്കുന്നത്, ഇത്രയും സൈസുണ്ട്, ഏതാണ്ട് ഒരു 7 അടി വരും, നല്ല വണ്ണമുണ്ട്, എനിക്ക് സീറ്റ് തികയുന്നില്ല ഇരിക്കാൻ, അയാൾ ഇരുന്ന് ഏതാണ്ട് 3/4 ഭാഗം ഇരുന്ന് കഴിഞ്ഞു. ഇതെല്ലാം വിശേഷം എല്ലാം ഞാൻ പറഞ്ഞിട്ട് അവസാനം ഞാൻ അമ്മയോട് പറയുകയാണ്, അമ്മ സിഖുകാരന് ജീവനുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മ പറയും, എന്താ പറഞ്ഞേ? ഞാൻ എൻ്റെ അടുത്തിരുന്നവന് ജീവനുണ്ടായിരുന്നെന്ന്. അപ്പോൾ എൻ്റെ അമ്മ സീരിയസ് ആയിട്ട് സംശയിക്കും. എന്താ സംശയിക്കാൻ പാടുന്നത്? എന്തോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലാവും. കാരണം അത് പറയേണ്ട കാര്യമില്ല. ജീവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ജീവിച്ചിരുന്ന ഒരാളെക്കുറിച്ചൊരു ജീവചരിത്രം എഴുതുമ്പോൾ ഒരിക്കലും ഒരു എഴുത്തുകാരൻ എഴുതില്ല അവന് ജീവനുണ്ടായിരുന്നെന്ന്. അവന് ജീവനുണ്ടായിരുന്നേ, അതെല്ലാവർക്കും അറിയാമെന്നേ. നിങ്ങൾ മനസ്സിലാക്കണം, ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. അവനിൽ ജീവനുണ്ടായിരുന്നെന്ന്. എന്നാൽ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക, ഞാൻ പറയുകയാണ്, അമ്മ, എൻ്റെ അമ്മ, അയാൾക്ക് ജീവനില്ലായിരുന്നു, അയാൾ ചത്തിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ അത് ന്യൂസാണ്. അത് മാതൃഭൂമിയിൽ വരും. ജീവൻ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ അത് ന്യൂസല്ല, അത് ഓൾറെഡി അസ്യൂംഡാണ് ജീവൻ ഉണ്ടായിരുന്നെന്ന്. അപ്പോൾ വായനക്കാരൻ എന്ത് ചെയ്തു? 3-ാമത്തെ വാക്യത്തിലെത്തിയപ്പോൾ ബ്ലോക്കായി. അതെന്താ അങ്ങനെ പറയുന്നത്? ഈ യോഹന്നാൻ എന്തിനാണ് ഇങ്ങനെ പറയുന്നത് എന്ന് വായനക്കാരൻ സംശയിക്കുമ്പോൾ വായനക്കാരൻ്റെ വായനാ തടസ്സത്തെ എഴുത്തുകാരൻ മുൻകൂട്ടി കണ്ടിട്ട് എഴുത്തുകാരൻ പറയുകയാണ്, ആ ജീവൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ജീവനല്ല, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. കണ്ടോ എക്സ്പ്ലനേഷൻ? വായനക്കാരൻ്റെ തടസ്സം എഴുത്തുകാരൻ മുൻകൂട്ടി കണ്ടോ, അത് എഴുത്തുകാരൻ്റെ മിടുക്ക്. എന്നിട്ട് പറഞ്ഞു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. പറഞ്ഞേ ഹല്ലേലൂയ എന്ന് പറഞ്ഞ ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. അത് ഇരുട്ടിൽ തോറ്റുപോയ ഒരു വെളിച്ചമല്ല. എന്നെ നന്നായി ശ്രദ്ധിക്കാമോ? ഇരുട്ടിൽ തോറ്റുപോയ ഒരു വെളിച്ചമല്ല. ഇരുട്ടിൽ തോറ്റുപോകുന്ന വെളിച്ചമുണ്ടോ? എന്താ യോഹന്നാൻ ഉദ്ദേശിക്കുന്നത്? ഇരുട്ടിൽ തോറ്റുപോകുന്ന വെളിച്ചമുണ്ടോ? ഇരുളിന് അതിനെ കീഴടക്കാൻ പറ്റിയില്ല. നമ്മൾ ഈ കാണുന്ന ഇരുട്ടല്ലേ ഉദ്ദേശിക്കുന്നത്. എന്തെന്നറിയാമോ? നല്ല ശ്രദ്ധിക്കണേ. ഇപ്പം നമ്മൾ പറയുന്നു സ്നേഹം, ആ ആൾക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണ്. സ്നേഹം, നമ്മൾ ഈ സ്നേഹമെന്ന് ഭൂമിയിൽ പറയുന്ന
കാര്യം പലപ്പോഴും സ്നേഹമല്ല, ഇഷ്ടമാണ്. സ്നേഹമല്ല, ഇഷ്ടമാണ്. ഈ സ്നേഹം എന്ന് പറയുന്നത് എന്താണ്? ചില വ്യവസ്ഥകൾക്ക് വിധേയമായി ഒരാളെ ഇഷ്ടപ്പെടുന്നതാണത്. ഈ സ്നേഹം മുറിയും എപ്പോഴാണെന്നറിയോ? ഇയാൾക്ക് ഇഷ്ടമില്ലാത്തത് ചെയ്യും. എല്ലാവരുടെയും കാര്യത്തിലല്ല, മിക്കവാറും ആളുടെ കാര്യത്തിൽ ഈ സ്നേഹം മുറിയും. എപ്പോഴാ? ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഒന്ന് ചെയ്യും. ഇപ്പം നിങ്ങളെല്ലാവരും എന്നെ വളരെ ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എനിക്ക് സന്തോഷത്തോടെ സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം എനിക്ക് അവിടുന്ന് ഫേവറബിളായ ഒരു എൻവയോൺമെൻറ്റ് കിട്ടുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഇരുന്ന് ബഹളം വെക്കുകയും ഉഴപ്പുകയും അസ്വസ്ഥരാകുകയും തെറി വിളിക്കുകയും മടുക്കുകയും പുസ്തകം എടുത്ത് താഴോട്ടെറിയുകയും ഒക്കെ ചെയ്താൽ ഇവിടുന്ന് അങ്ങോട്ട് അതുപോലെ വരുത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? അവിടുന്ന് വരുന്നതിനനുസരിച്ച് ഇവിടുന്ന് അങ്ങോട്ട് വരുന്നുള്ളൂ. നമ്മൾ ഈ സ്നേഹമെന്ന് പറയുന്നതെല്ലാം ഇങ്ങോട്ട് കിട്ടിയതിനോടുള്ള നമ്മുടെ പ്രതികരണത്തെയാണ് നമ്മൾ സ്നേഹമെന്ന് വിളിച്ചത്. ഇങ്ങോട്ടെല്ലാവരും നല്ലതായിട്ട് പെരുമാറി, ഡാനിലച്ച ഈശോ മിശിഹായെ സ്വീകരിക്കട്ടെ എന്ന് പറഞ്ഞു, ഞാൻ വളരെ നോബിളായിട്ട് വളരെ സന്തോഷമായിട്ട് എല്ലാവരോടും പെരുമാറി. എന്നെ ഒരാൾ തന്തയ്ക്ക് വിളിക്കട്ടെ, അന്നേരം അറിയാം. ഇപ്പം എന്നെ ഒരാൾ തന്തയ്ക്ക് വിളിക്കട്ടെ, അന്നേരം അറിയാം. ഇപ്പം ഈ കാണുന്ന ഒരു 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 നിലപാടാണോ എന്ന് അന്നേരം അറിയാം. ഇപ്പം ഞാൻ ഏതെങ്കിലുമൊക്കെ ഞാൻ ചെന്നിട്ടില്ലാത്ത സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ എന്നെ ആദ്യമായിട്ട് കാണുമ്പോൾ ചില അമ്മച്ചിമാരൊക്കെ വന്നിട്ട് യോ അച്ഛാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തൊട്ടോട്ടോ എന്നൊക്കെ ചോദിക്കാനുണ്ട്. തൊട്ടോട്ടെ, ഞാൻ തൊട്ടാണോ പറയാൻ പേന, എന്നിട്ട് കൈയൊക്കെ പിടിച്ച് ഇങ്ങനെ ഉമ്മയൊക്കെ തരും. അപ്പം ഞാൻ പറയും, അമ്മച്ചി ഒറ്റയ്ക്കാണെങ്കിൽ, എല്ലാവരും എനിക്കാണെങ്കിൽ പറയില്ല, ഒറ്റയ്ക്കാണെങ്കിൽ പറയും ഒത്തിരി എക്സൈറ്റഡ് ആവണ്ടെന്ന് പറയും. ഞാൻ പറയും ഒത്തിരി എക്സൈറ്റഡ് ആവണ്ട. കാരണം എന്താ പറയുക, അമ്മച്ചി യൂട്യൂബിൽ കണ്ടിട്ടുള്ള ഒരു സംഭവം വെച്ചിട്ടാണ് ഈ മുത്തുന്നത്. 15 ദിവസം എൻ്റെ കൂടെ വന്ന് നിന്നാൽ മതി, ഈ മൊത്തം ആറ്റിറ്റ്യൂഡ് മാറും, ഇതെല്ലാം മാറും. മനസ്സിലായോ? അമ്മച്ചി ദൂരേന്ന് കണ്ടതിൻ്റെ ഒരു വെപ്രാളായി കാണിക്കുന്നത്, അടുത്ത് വന്ന് അതേ കൂടെ താമസിക്കുന്നവരോട് ചോദിച്ചാൽ മതി, എല്ലാം മാറും. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായോ? അതായത് നമ്മൾ ഇങ്ങോട്ട് കിട്ടുന്നതിനോടുള്ള പ്രതികരണമാണ് എല്ലാവരുടെയും. ഇങ്ങോട്ടിപ്പോൾ എല്ലാവരും എന്താണ്, എനിക്ക് ഈ കൺവെൻഷന് പ്ലസൻ്റായിട്ട് സംസാരിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം എന്താ, 10-20,000 പേര് എന്നെ കേൾക്കാൻ വന്ന് നിൽക്കുന്നു. എനിക്ക് എത്ര നല്ലതായിട്ട് വേണേലും ബിഹേവ് ചെയ്യാം. പക്ഷേ ഞാൻ പോകുന്ന വഴിക്ക് എൻ്റെ കോളറിന് പിടിച്ചിട്ട് തലയ്ക്ക് പിടിച്ച് തന്തയ്ക്കും വിളിച്ചാൽ ഇങ്ങനൊന്നും ആവില്ല പ്രതികരണം. പറഞ്ഞേ ഹല്ലേലൂയ. ഇങ്ങോട്ട് വെളിച്ചം കിട്ടുമ്പോൾ അങ്ങോട്ട് വെളിച്ചം കാണിക്കുന്ന ജീവിതങ്ങളാണ് നമ്മുടേത്. എന്നാൽ ഇങ്ങോട്ട് വെളിച്ചം അണച്ചാലോ, ഇങ്ങോട്ട് ഓപ്പോസിറ്റായിട്ട് പെരുമാറിയാലോ, ഇങ്ങോട്ട് തെറി വിളിച്ചാലോ, ഇങ്ങോട്ട് അപവാദം പറഞ്ഞാലോ, ഇങ്ങോട്ട് ഇഷ്ടമില്ലാത്ത പറഞ്ഞാലോ. മനസ്സിലാവുന്നുണ്ടോ? യോഹന്നാൻ പറയുകയാണ്, നമ്മുടെ ജീവൻ എന്ന് പറയുന്നത് നമ്മളോടെല്ലാവരും നന്നായിട്ട് പെരുമാറിയാൽ അവരോട് നന്നായിട്ട് പെരുമാറാൻ പറ്റുന്ന ഒരു ജീവൻ. യേശുവിൻ്റെ ജീവൻ അങ്ങനത്തെ ജീവനല്ല. ഇങ്ങോട്ട് തല്ലുമ്പോഴും, ഇങ്ങോട്ട് തുപ്പുമ്പോഴും, ഇങ്ങോട്ട് തെറി വിളിക്കുമ്പോഴും, ഇങ്ങോട്ട് കുരിശത്തറയ്ക്കുമ്പോഴും അങ്ങോട്ട് നന്നായിട്ട് പെരുമാറുന്ന വേറൊരു ജീവൻ. ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. പിടികിട്ടിയോ? പറഞ്ഞേ ഹല്ലേലൂയ. ഇത് വേറൊരു നിലവാരമുള്ള ജീവിതമെന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ 1-2 ഉദാഹരണങ്ങൾ പറയാം, പെട്ടെന്ന് മനസ്സിലാവും. അതായത് നമ്മൾ സാധാരണ മനുഷ്യൻ പെരുമാറുന്ന നിലവാരത്തിനപ്പുറത്തുള്ള ഒരു നിലവാരമുള്ള ജീവൻ. ഇപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ തന്നെ ഒരു ഉദാഹരണം ഞാൻ കാണിക്കാം. അതായത് നമ്മൾ നോർമലി അങ്ങനെ നമ്മൾ പെരുമാറാൻ പാടാണ്. ഉദാഹരണത്തിന് ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 7-ാമത്തെ അധ്യായം, 7-ാമത്തെ അധ്യായത്തിൽ ഈശോ എന്ത് ചെയ്യുന്നു? നിങ്ങളൊന്ന് 7-ാം അധ്യായം തുറന്നേ. 7-ാം അധ്യായത്തിൽ ഈശോ കൂടാര തിരുനാളിന് ലക്ഷക്കണക്കിന് ആളുകൾ ജെറുസലേമിൽ സമ്മേളിച്ചിരുന്നൊരു സമയത്ത് തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ നിന്ന് കുടിക്കട്ടെ. അപ്പോൾ വലിയ പ്രസംഗമെല്ലാം നടത്തി, ആളുകളെല്ലാം ഈശോയിൽ വലിയ താല്പര്യമൊക്കെ ഉണ്ടായി. അങ്ങനെ ആ തിരുനാളിൻ്റെ ലക്ഷക്കണക്കിന് ആളുകൾ ജെറുസലേമിൽ സമ്മേളിക്കുന്ന തിരുനാളാണ്. 3 തിരുനാളുകൾക്ക് നിർബന്ധമായും എല്ലാ യഹൂദ പുരുഷന്മാരും ജെറുസലേമിൽ എത്തണമെന്ന് മോശയുടെ കൽപ്പനയുണ്ട്. 1 പെസഹാ തിരുനാൾ, 2 പെന്തക്കുസ്താ തിരുനാൾ, 3 ഈ കൂടാര തിരുനാൾ. അപ്പോൾ അതുകൊണ്ട് ഈ തിരുനാളിന് നിർബന്ധമായും ഒരു യഹൂദ പുരുഷൻ ജെറുസലേമിൽ ഉണ്ടാവണം. അതുകൊണ്ട് ലക്ഷക്കണക്കിന് യഹൂദന്മാർ വന്നുകൂടിയിരിക്കുന്ന ഈ തിരുനാളിൻ്റെ അവസരത്തിൽ യേശു അവരോട് കുറേ കാര്യങ്ങൾ സംസാരിച്ചു. അതാണ് 7-ാം അധ്യായം. ഇതിൻ്റെ അവസാനത്തെ വാക്യം വായിച്ചു. അവസാനത്തെ വാക്യം 53. ഓരോരുത്തരും സ്വന്തം വീടുകളിലേക്ക് പോയി. അപ്പോൾ യേശുവിന് വീടുള്ള സ്ഥലത്താണോ ഇപ്പം? അല്ല. യേശുവിൻ്റെ വീട് എവിടെയാണ്? 1 ഗലീലയിലാണ്, 2 കഫർനാമിലാണ്, 1 നസറത്തിലാണ്. പിന്നെ രണ്ടാമത് യേശു 2-ാം ഘട്ടം സെക്കൻഡ് ഫേസ് താമസിക്കുന്നത് കഫർനാമിലാണ്. അപ്പോൾ യേശുവിൻ്റെ വീട് നസറത്തിലും കഫർനാമിലുമാണ്.
അപ്പോൾ യേശുവിന് ഇവിടെ വീടില്ല. ഈ സംഭവം നടക്കുന്നത് ജെറുസലേമിലാണ്. കൂടാര തിരുനാൾ നടക്കുന്നത് ജെറുസലേമിലാണ്. ജെറുസലേമിൽ യേശുവിന് വീടുണ്ടോ? ഇല്ല. വാടക വീടുണ്ടോ? ബന്ധു വീടുകളുണ്ടോ? ഇല്ല. ഈ ദേവാലയത്തിന് അടുത്ത് യേശുവിന് പരിചയമുള്ള, യേശുവിനെ അക്കോമഡേഷൻ കൊടുക്കുന്ന ഒറ്റ വീട് പോലും ഇല്ല. ഓരോരുത്തരും സ്വന്തം വീടുകളിലേക്ക് പോയി. യേശു 8-1 വാക്യം, യേശു എവിടേക്ക് പോയി? ഒലിവുമലയിലേക്ക് പോയി. എന്ന് പറഞ്ഞാൽ കിടക്കാൻ സ്ഥലമില്ല, മലയിലേക്ക് പോയി. അവിടെ കണ്ടിരുന്ന് നേരം വെളുപ്പിച്ചിട്ട് അതിരാവിലെ അവൻ വീണ്ടും ദേവാലയത്തിലേക്ക് വന്നു. ജനങ്ങളെല്ലാം അവൻ്റെ അടുത്തെത്തി. അവനിരുന്ന് അവരെ പഠിപ്പിച്ചു. അപ്പോൾ ഒരു വ്യഭിചാരിണിയെ പിടിച്ചോണ്ട് വന്നു. അപ്പോൾ കല്ലെറിയാനായിട്ട് അങ്ങനെ ഒരു സ്ത്രീയെ പിടിച്ചോണ്ട് ആ സമയത്താണ് കൊണ്ടിരുന്നത്. കേട്ടെ, നമ്മളാണെങ്കിൽ എന്നാ പറയും? ഈ കേസ് തീർക്കാം, അതിനു മുമ്പ് വേറൊരു കേസുണ്ട്. നിങ്ങൾ വല്ലവരും ചോദിച്ചോ ഞാൻ ഇന്നലെ ഇവിടെ കടന്നേന്ന്? കാര്യമൊക്കെ ശരിയാണല്ലോ, കൺവെൻഷനൊക്കെ വിളിച്ചല്ലേ? നിങ്ങൾ ചോദിച്ചോ? ഇല്ലല്ലോ. കൺവെൻഷൻ കഴിഞ്ഞ് വല്ലതും കഴിച്ചോ? ചോദിച്ചോ? നിങ്ങൾ ഇല്ലല്ലോ. വന്നപ്പോൾ ചായ കുടിച്ചോ? ചോദിച്ചോ? ഇല്ലല്ലോ. നിങ്ങൾ ചോദിച്ചോ ഇന്നലെ എവിടെ കടന്നേന്ന്? ചോദിച്ചോ? ഇല്ലല്ലോ. എന്നോട് ചോദിച്ചെന്നല്ല, ഞാൻ ഉദാഹരണം പറയാണ് കേട്ടോ. എന്നോട് ഇതെല്ലാം ചോദിച്ചതാ. നിങ്ങൾ നല്ലച്ചു, ഒരു മനുഷ്യനെ ആരും ഗവനിച്ചിട്ടില്ല. ഒരു മനുഷ്യനെ ആരും ഗവനിച്ചിട്ടില്ല. നിസാരല്ലത്, ഇത് എളുപ്പമല്ലത്. നിങ്ങൾ ഒരു പബ്ലിക് ലൈം ലൈറ്റിൽ നിന്ന് നിങ്ങൾ ഫേമസ് ആയ ഒരാളാണ്. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഫോളോവേഴ്സ് ഉണ്ട്. അങ്ങനെ ഒരാൾ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒറ്റ ആൾ പോലും അറ്റൻഡ് ചെയ്യാനില്ല. എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക്, ഒറ്റ ഒരുത്തം പോലും ചോദിച്ചില്ല വീട്ടിൽ വരുന്നതും ചോദിച്ചില്ല. അവൻ ഏതോ മരത്തിൻ്റെ വീട്ടിൽ കിടന്നിറങ്ങിയിട്ട് രാവിലെ വന്ന് പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അന്നേരം ഒരു പാവനിയെ സ്ത്രീയെ കൊണ്ടുവന്ന് എറിയാൻ നിന്നപ്പോൾ പറഞ്ഞു, ആ കേസ് പിന്നെ തീർക്കാം. പറഞ്ഞില്ല, ആ കേസ് പിന്നെ തീർക്കാം. ആദ്യം നിങ്ങൾക്കറിയാം, ഞാൻ ഉറങ്ങി ഇന്നലെ. കടിച്ചിട്ട് എനിക്ക് എൻ്റെ ദേഹം മുഴുവൻ നീരായി. നിങ്ങൾ വല്ലതും അറിഞ്ഞോ? എന്നെ അട്ടയും പഴുതാരയും കടിച്ചിട്ട് എനിക്ക് എന്നെ ആശുപത്രി കൊണ്ടുപോകും. ആദ്യം പറഞ്ഞില്ല എന്ന് പറഞ്ഞുണ്ടല്ലോ. സ്വന്തം കംഫർട്ടുകളെ കുറിച്ച് 0% ബോധേഡായിരുന്ന ഒരാളായിരുന്നു യേശു. ഇത് വേറൊരു ജീവനാണ്, മനസ്സിലായി? നോർമൽ മനുഷ്യർക്ക് പറ്റത്തില്ലത്. പറഞ്ഞേ ഹല്ലേലൂയാ. നമ്മൾ ഒഫൻഡഡ് ആവും. മുറിയൊന്ന് ചെറുതാവിട്ട് നമ്മൾ ഒഫൻഡഡ് ആവും. പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലായി? നോർമൽ മനുഷ്യന് വേറൊരു നിലവാരമാണിത്, വേറൊരു നിലവാരം. ഞാൻ കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഉദാഹരണം പറയാം. അതായത് ഈ ഒരു സ്ഥലത്ത് ഒരു കുരിശുപള്ളി, ആ കുരിശുപള്ളിയുടെ അടുത്ത്, ആ കുരിശുപള്ളിയിൽ അതിൻ്റെ ആ തറയിൽ സാമൂഹിക വിരുദ്ധർ ഒരുമിച്ച് കൂടി രാത്രിയിൽ മദ്യപിക്കുമായിരുന്നു കുരിശുപള്ളിയുടെ അകത്ത്. അപ്പോൾ ആ ഓപ്പൺ സ്പേസിൽ അങ്ങനെ ഒരു ദിവസം ഇവരെല്ലാം കൂടി മദ്യപിച്ചിട്ട് മലമൂത്ര വിസർജനം നടത്തിയിട്ട് പോയി. രാവിലെ ആയപ്പോഴേക്കും ആരോ ഇത് കണ്ടു. അപ്പോൾ തന്നെ ഇവരിങ്ങനെ ഇവിടെ കൂടുന്ന ആളുകളൊക്കെ അറിയാം. പള്ളി മണിയടിച്ചു, വികാരിച്ചൻ വന്നു, ഇടവക്കാരെല്ലാം വന്നു, ആളുകളെല്ലാം വളരെ ക്ഷോഭിച്ച് നിൽക്കുകയാണ്. അപ്പോൾ മനുഷ്യർ പറഞ്ഞു, ഇത് കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞു. ഇത് ഒരു തീരുമാനം ഉണ്ടാക്കിയാൽ പറ്റും, ഇന്നൊരു തീരുമാനം ഉണ്ടാക്കിയാൽ പറ്റത്തുള്ളൂ. വി ഹാവ് ടു ഡു സംതിങ് അബൌട്ട് ഇറ്റ്. അപ്പോൾ വികാരിച്ചനും വന്നു. വികാരിച്ചൻ പറഞ്ഞു, ഇന്നിപ്പോൾ തീരുമാനം ഉണ്ടാക്കിയേ പറ്റത്തുള്ളൂ പറഞ്ഞു. ഇത് വെറുതെ വിടാൻ പറ്റത്തില്ല പറഞ്ഞു. എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഒന്ന്, ആദ്യം പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കാം. രണ്ടാമതായിട്ട് ഒരു പ്രതിഷേധ റാലി നടത്താം. ഒരു മീറ്റിംഗ് വെക്കാൻ വൈകിട്ട് അല്ലേ? പിന്നെ ഈ ആളുകളെയൊക്കെ വേണേൽ വീടുകളിൽ പോയി ഭീഷണിപ്പെടുത്താം. പല കാര്യങ്ങൾ ചെയ്യാം. എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ. ഇപ്പോൾ വിചാരിച്ചാൽ പറഞ്ഞു, അത് ചെയ്യണമെന്ന് പറഞ്ഞു. നിങ്ങളതിനെതിരാണെങ്കിൽ പോലും ഞാൻ ചെയ്തിരിക്കുമെന്ന് പറഞ്ഞു. അച്ഛൻ ചോദിച്ചു, ബക്കറ്റ് കിട്ടുമെന്ന് ചോദിച്ചു. ബക്കറ്റ്. അപ്പോൾ ആളുകൾ പറഞ്ഞു ബക്കറ്റ് കിട്ടും. അവർ വിചാരിച്ച് ബക്കറ്റ് വരുവനായിരിക്കുന്നത്. പണം വേണമല്ലോ ഒരു സംരംഭത്തിന് ഇറങ്ങുമ്പോൾ. അപ്പോൾ ബക്കറ്റ് കൊടുത്തു. ചൂല് കിട്ടുമെന്ന് ചോദിച്ചു. ചൂലും കൊണ്ട് തല്ലാനായിരിക്കുമെന്ന് ഓർത്ത്. ഞാൻ അച്ഛനായിട്ട് ആദ്യത്തെ കൊല്ലം ഞാനും മർത്തോമയിലെ ഒരു അച്ഛനും കൂടി ഒരു ഷാപ്പ് കുളിക്കാൻ പോയിട്ടുണ്ട്. കള്ളി ഷാപ്പ്. മർത്തോമയിലെ അച്ഛൻ നല്ല കരാട്ടൊക്കെ അറിയാവുന്ന ആളായിരുന്നു. അപ്പോൾ ഞാൻ ആ അച്ഛൻ്റെ ആബലത്തിലാണ് ഞാനും പോയത്. അച്ഛനെതിരെ എനിക്കെതിരെയും കേസുണ്ടായിരുന്നു. ഷാപ്പ് കുളിക്കാൻ പോയതാണ്. അപ്പോൾ ഷാപ്പ് കുളിക്കാൻ ഞങ്ങളുടെ മുന്നിൽ നിന്ന് ഈ ജാഥ നയിക്കുന്ന ആരെന്നറിയാമോ? ചേച്ചിമാരാണ്. അവരുടെ കയ്യിലെ ആയുധമാണ് ചൂല്. കള്ളു കുടിക്കാൻ ആര് വന്നാലും അവരെ ചൂല് കൊണ്ട് അടിച്ച് അവർ ഓടിക്കും. ഞങ്ങൾ ഓടിക്കത്തില്ല, ഞങ്ങൾ ഇതിൻ്റെ കങ്കാണിമാരായിട്ട് ഇങ്ങനെ നിൽക്കും. അവർ ചൂലും കൊണ്ട് അടിച്ച് ഓടിക്കും. ഇതായിരുന്നു വിവരമില്ലാത്ത കാലത്ത് ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ചൂല് ഇവർ വിചാരിച്ച് ചൂലെന്തിനാണ്? ചൂല് ഇവന്മാരെ ഈ പണി കാണിച്ചവനെല്ലാം അടിക്കാനായിരിക്കും ചൂല്. അപ്പോൾ അവരൊരു 10-20 ചൂല് കൊണ്ട് കൊടുത്തു. അച്ഛൻ പറഞ്ഞു, വേണ്ട, ഒരു ചൂല് മതി എന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് ഡെറ്റോള്, കുറച്ച് വെള്ളം എല്ലാം എടുത്തിട്ട് അച്ഛൻ പോയി കുറച്ച് വെള്ളം എടുത്ത് ആദ്യം ഇത് കഴുകി, വീണ്ടും കഴുകി, ഡെറ്റോളൊക്കെ ഒഴിച്ച് എല്ലാം തൂത്ത് വൃത്തിയാക്കിയിട്ട് പറഞ്ഞു, തീരുമാനം ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. വി ഹാവ് ഡൺ സംതിങ് അബൌട്ട് ഇറ്റ്. തീരുമാനം ഉണ്ടാക്കി.
ഇത് ഈ സാധാരണ മനുഷ്യന് മനസ്സിലാവുന്ന ലെവലല്ലത്. അത് വേറൊരു ജീവനാണത്, വേറൊരു ജീവൻ. പറഞ്ഞേ ഹല്ലേലൂയാ. ഒരു സാമൂഹിക സ്പർദ്ധയോ മതവൈരാഗ്യമോ വർഗ പ്രശ്നമോ ഉണ്ടാവാൻ, മതപ്രശ്നമോ മതവൈരാഗ്യമോ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സ്ഥലത്തെ ഒരാൾ കൈകാര്യം ചെയ്യുന്ന വേറൊരു ജീവനാണത്, വേറൊരു ജീവൻ. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. ഒരു വിദേശ മിഷണറി ഇന്ത്യയിലെ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്നു. അപ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്കറിയാമല്ലോ, ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും നമ്മൾ ടിക്കറ്റ് എടുക്കാന്നേ ഉള്ളൂ. ആദ്യം കയറുന്നവനാണ് സീറ്റ്. ടിക്കറ്റ് എടുക്കാന്നേ ഉള്ളൂ നമ്മൾ. അപ്പോൾ ഇയാൾ കയറി ഇരിക്കാൻ ചെന്നപ്പോൾ അവിടെ വേറൊരു തടിയൻ ഇരിപ്പുണ്ട്, ആരോഗ്യമുള്ള ഒരാൾ ഇരിപ്പുണ്ട്. അപ്പോൾ പറഞ്ഞു എൻ്റെ സീറ്റാന്ന് പറഞ്ഞു. ഇങ്ങേരുടെ സീറ്റായിരിക്കും, പക്ഷേ ഞാനല്ലേ ആദ്യം വന്നേന്ന് പറഞ്ഞു. ആദ്യം വരണമായിരുന്നു, ഇങ്ങേരുടെ സീറ്റായിരിക്കും, പക്ഷേ ഞാനാണ് ആദ്യം വന്നത്. അപ്പോൾ ഇയാൾ കുറച്ചൊക്കെ പറഞ്ഞു നോക്കി, മറ്റേ ആൾ കേൾക്കുന്ന ലക്ഷണമില്ല. അതുകൊണ്ട് ഇദ്ദേഹം പോയി ആ ടോയ്ലറ്റിൻ്റെ ഭാഗത്ത് ഒരു പത്രക്കടലാസ് വിരിച്ച് അവിടെ ഇരുന്നു, ബാഗൊക്കെ ആയിട്ട്. ടിക്കറ്റ് എക്സാമിനർ വന്നു. അദ്ദേഹം വളരെ സ്ട്രിക്റ്റാണ്. ഈ എടുത്ത ടിക്കറ്റിനുള്ള സീറ്റ് കൊടുക്കത്തില്ലെങ്കിലും ഇവിടെ ഇരിക്കാൻ സമ്മതിക്കത്തില്ല. അതാണ് അതിൻ്റെ തമാശ. സീറ്റ് കൊടുക്കത്തില്ല, പക്ഷേ എന്നാൽ ഇവിടെ ഇരിക്കാൻ പാടില്ല. എവിടെ ഇരുന്നോണം, ഇവിടെ ഇരിക്കാൻ പാടില്ല. അപ്പോൾ അയാൾ പറഞ്ഞു നിങ്ങളുടെ സീറ്റിൽ പോയി ഇരിക്കാൻ പറഞ്ഞു ടിക്കറ്റ് എക്സാമിനർ. അപ്പം മറ്റേ ആൾ പറഞ്ഞു, മിഷണറി പറഞ്ഞു, അവിടെ വേറൊരാൾ ഇരിക്കുകയാണ്, പറഞ്ഞിട്ട് മാറുന്നില്ല. അവൻ്റെ കഴുത്തിന് പിടിച്ച് തള്ളിയിട്ട് പോയിരിക്കാൻ പറഞ്ഞു. ഇല്ലില്ല, അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു. നിങ്ങൾ ചെന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ട്. അപ്പോൾ അയാൾ പറഞ്ഞു ഒരു വഴക്കിന് താല്പര്യമില്ല എന്ന് പറഞ്ഞു. വഴക്കിന് താല്പര്യമില്ല, വഴക്കുണ്ടാക്കിയിട്ടൊരു സീറ്റ് വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു അതെന്താന്ന് ചോദിച്ചാൽ പറഞ്ഞു അത് സുവിശേഷകനാന്ന് പറഞ്ഞു. ബൈബിള് പറയുന്ന ഒരാളാണ്, വഴക്കുണ്ടാക്കിയിട്ടൊരു സീറ്റ് വേണ്ടെന്ന് പറഞ്ഞു. വേറൊരു ജീവനാണ്, വേറൊരു ജീവൻ. അവകാശം കിടക്കുകയാണ്, അവകാശം. പക്ഷെ അവകാശം ഒരാൾ വേണ്ടാന്ന് വെക്കുകയാണ്, ഒരു വഴക്കൊഴിവാക്കാൻ വേണ്ടി. വേറൊരു ജീവനാണ്, വേറൊരു നിലവാരമാണ്. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ യോഹന്നാൻ പറയുകയാണ്, അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. കത്തോലിക്ക തിരുസഭയുടെ ചരിത്രത്തിൽ വിശുദ്ധ ജെറാർഡ് മജല്ല എന്ന് പറയുന്നൊരു വിശുദ്ധനുണ്ട്, ജെറാർഡ് മജല്ല. ഈ ജെറാർഡ് മജല്ല സാധുവാണ്, കൃഷകാത്രനായ ഒരു മനുഷ്യൻ, ഒട്ടും ആരോഗ്യമില്ലാത്ത ഒരാൾ. പക്ഷെ എല്ലാവർക്കും പ്രിയപ്പെട്ടവൻ, വിശുദ്ധനാണെന്ന് ആ കാലഘട്ടം വിശ്വസിച്ചിരുന്ന ഒരാൾ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ മനുഷ്യൻ്റെ വിശുദ്ധ ജെറാർഡ് മജല്ലയുടെ സുപ്പീരിയറാണ് വിശുദ്ധ വിൻസെൻ്റ് പോള്. അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു കത്ത് വരികയാണ്. ആ കത്തിനകത്ത് ഒരു എക്സ് കന്യാസ്ത്രീ, നേരത്തെ കന്യാസ്ത്രീ ആയിരുന്നു, സിസ്റ്ററാവാൻ പോയതാണ്, അവിടുന്ന് പോയ സിസ്റ്ററാണ്. സിസ്റ്റർ ഒരു ലെറ്റർ എഴുതിയിരിക്കുകയാണ്. നിങ്ങൾ പുണ്യവാനെന്ന് പറയുന്ന ഈ ജെറാർഡ് മജല്ല മഹാഭാവിയാണ്, കൊടുംഭാവിയാണ്. എൻ്റെ വയറ്റിൽ വളരുന്ന കൊച്ചിൻ്റെ ഉത്തരവാദി അയാളാണ്. ഈ കത്തിരുന്ന് വിൻസെൻ്റ് പോളിൻ്റെ കയ്യിലിരുന്ന് വിറച്ചു. വിളിച്ചു വരുത്തിയിട്ട് ചോദിച്ചു ഇതെന്താന്ന് ചോദിച്ചു, ഇതിൽ വാസ്തവം ഉണ്ടോ എന്ന് ചോദിച്ചു. ഇങ്ങനെ മിണ്ടാതെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ പെങ്കൊച്ചനെ ജെറാർഡ് മജല്ലയ്ക്ക് അറിയാം. കാരണം ഇദ്ദേഹമാണ് അവളെ കോൺവെൻറ്റിലേക്ക് വിട്ടത്. അവരുടെ ദുർനടപ്പ് കാരണം സഭാധികാരികൾ അവളെ അവിടുന്ന് പറഞ്ഞു വിട്ടു. അപ്പോൾ തൻ്റെ ജീവിതം നശിച്ചതിൻ്റെ കാരണം ജെറാർഡ് മജല്ലയാണെന്ന് അവൾ വിശ്വസിച്ചു. അപ്പോൾ അങ്ങനെയാണ് ഈ കത്ത് വരുന്നതിൻ്റെയൊക്കെ ഉറവിടം, അങ്ങനെയാണ് അതിൻ്റെ പശ്ചാത്തലം അതാണ്. അപ്പോൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. വീണ്ടും വിൻസെൻ്റ് പോൾ ചോദിച്ചു, പറയാൻ പറഞ്ഞു, നീ അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. മിണ്ടാതെ നിൽക്കണം, ഒന്നും മിണ്ടാതെ നിൽക്കണം. അപ്പോൾ പറഞ്ഞു, ഇനി നീ ഇങ്ങനെ വാബൂട്ടി നിൽക്കുന്നുണ്ട്, ഇനി എനിക്കൊന്നും പറയാനില്ല, നാളെ മുതൽ കുർബാന സ്വീകരിക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇങ്ങനെ ഒരു സ്കാൻഡൽ, ഇങ്ങനെ ഒരു ഉതപ്പ് സഭയ്ക്ക് വരുത്തിയുണ്ട്. പള്ളിയുടെ ഏറ്റവും മുമ്പിൽ നിന്നോണം എന്ന് പറഞ്ഞു. ഏറ്റവും മുമ്പിൽ മുട്ടയിൽ നിന്നോണം, എല്ലാവരും കാണട്ടെ. അങ്ങനെ ഏറ്റവും മുമ്പിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് കുർബാനയ്ക്ക് നിൽക്കും. ഒരു ദിവസം ചെന്ന് ആശ്രമാധിപനോട് പറഞ്ഞു, ഞാൻ പുറകെ പോയി നിന്നോട്ടെന്ന് ചോദിച്ചു. എന്താ കാര്യം? എനിക്ക് കുർബാന സ്വീകരിക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ എല്ലാവർക്കും കുർബാന കൊടുത്തിട്ട് എനിക്ക് തരാതിരിക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ പിടിച്ചു പറിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് എന്നെ പുറകോട്ട് നിർത്താമെന്ന് ചോദിച്ചു. ഞാൻ പുറകിൽ നിന്നോളാൻ പറഞ്ഞു. ഇങ്ങനെ മാസങ്ങൾ മുന്നോട്ട് പോയി. ഒടുവിൽ ഈ വിൻസെൻ്റ് പോളിൻ്റെ അടുത്ത് രണ്ടാമതൊരു കത്ത് വരികയാണ്. പഴയ പെൺകുട്ടി തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ മരണക്കിടക്കയിലാണ്, ഞാൻ മരിച്ചു പോവും, അതിനു മുമ്പ് എനിക്കൊരു തുറന്നു പറച്ചിൽ ചെയ്യേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞതൊക്കെ നുണയാണ്, എനിക്ക് അങ്ങേരോട് വൈരാഗ്യമായിരുന്നു, എൻ്റെ ജീവിതം നശിപ്പിച്ചത് അയാളാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പോരാത്തതിന് അദ്ദേഹത്തിൻ്റെ ശത്രുക്കളായ ചിലർ
പണം തരാമെന്ന് വാഗ്ദാനം കൂടെ ചെയ്തപ്പോൾ ഞാൻ ഈ സാഹസത്തിന് തയ്യാറെടുത്തു. പിന്നെ ഞാൻ ചിന്തിച്ചു, ഞാനെങ്ങാനും മരിച്ചു പോവാണെങ്കിൽ തെറ്റായ ബന്ധത്തിൽ എൻ്റെ ഉദരത്തിൽ രൂപം കൊണ്ടിട്ടുള്ള കുഞ്ഞ് അനാഥാവത്തില്ലല്ലോ, ഒരു വിശുദ്ധൻ്റെ കൈ വളരുമല്ലോ എന്ന് ഞാൻ ഓർത്തു. അങ്ങനെ ചെയ്താന്നൊക്കെ പറഞ്ഞൊരു കുമ്പസാരം. കരഞ്ഞുകൊണ്ട് ഈ ആശ്രമാധിപൻ ജെറാർഡ് മജലിനെ വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, കുഞ്ഞെ, നിന്നോട് ഞാനൊരു 1000 തവണ ചോദിച്ചതല്ലേ, നീ ചെയ്തതാണോ എന്ന് നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ? ചെയ്തില്ലെന്ന് ഡിഫെൻഡ് ചെയ്തുകൂടായിരുന്നോ? പറഞ്ഞുകൂടായിരുന്നോ? കരഞ്ഞുകൊണ്ട് ഈ മനുഷ്യൻ ഇങ്ങനെ മറുപടി പറഞ്ഞു, ചെയ്തില്ല എന്ന് ഞാൻ പറഞ്ഞാൽ 2 പ്രശ്നം ഉണ്ടാവും. ഒന്ന്, അങ്ങനെയാണെങ്കിൽ ആ പെണ്ണ് പറയുന്നത് നുണയാണെന്ന് വരും, അവൾ പീഡിപ്പിക്കപ്പെടും. 2, അവളുടെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞിൻ്റെ ഉത്തരവാദി ആരാണ് എന്നൊരു അന്വേഷണം വരും, മറ്റൊരു മനുഷ്യൻ പിടിക്കപ്പെടും. 2 പേരെ തീർത്താൽ തീരാത്ത അപമാനത്തിലേക്ക് വിടുന്നതിലും ഭേദം ഇത് സഹിക്കുന്നതാണെന്ന് കരുതിയത്. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ ഈ ലെവല്? എന്നെ കൊണ്ട് പറ്റില്ല. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ ഈ ലെവല്? ഇത് ജീവന്റെ വേറൊരു നിലവാരമാണ്. ജീവൻ. പറഞ്ഞേ ഹാലേലുയാ. ഹെൻറി സൂസോ എന്ന് പറയുന്ന ഒരു ജർമ്മൻകാരൻ വിശുദ്ധനുണ്ട്, ഹെൻറി സൂസോ. ഇതുപോലെ എല്ലാവർക്കും സ്വീകാര്യനായ സന്യാസിയായിരുന്നു. ഒരു ദിവസം സന്യാസിമാരോടൊത്ത് സന്യാസ ഭവനത്തിൻ്റെ പുറത്ത് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ മോശപ്പെട്ട രീതിയിൽ ജീവിക്കുന്ന ഒരു സഹോദരി ഒരു കുഞ്ഞിനെയും കൊണ്ട് വന്ന് ഈ മനുഷ്യൻ്റെ കയ്യിലേക്ക് കുഞ്ഞിനെ എറിഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, നിന്റെ പാപത്തിൻ്റെ സന്തതി നിന്റെ കയ്യിലിരിക്കട്ടെടാന്ന് പറഞ്ഞു. എന്നിട്ട് കൊടുങ്കാറ്റ് പോലെ പോയി. കേൾക്കുന്നവരെല്ലാം എന്ത് വിചാരിക്കും? ഇയാളുടെ കുഞ്ഞാണെന്ന് വിചാരിക്കും. ആരോടൊന്നും പറഞ്ഞ് ബോധിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥ. എല്ലാവരുടെയും മുമ്പിൽ ഒറ്റപ്പെട്ടു, നാണം കെട്ടു. എല്ലാവരും ഇയാളുടെ കുഞ്ഞാണെന്ന് വിചാരിച്ചു. ആശ്രമാധിപൻ്റെ അടുത്ത് ചെന്നു, കരഞ്ഞ് കാല് പിടിച്ചിട്ട് സുപ്പീരിയറിനോട് പറഞ്ഞു, എന്നെ ഇവിടുന്ന് പുറത്താക്കരുത്, ഈ കൊച്ചിനെ കൊണ്ട് ഞാൻ എവിടെ പോവും, എന്നെ പുറത്താക്കരുത്, കന്നാലിക്കൂടിനടുത്ത കാണും, ഞാൻ താമസിച്ചോളാം, ഈ കൊച്ചിനെ വളർത്തിക്കോളാം, ഇത്തിരി ഭക്ഷണം തന്നാൽ മതി. അങ്ങനെ അവിടെ ഈ കൊച്ചിനെ വളർത്തി ഈ മനുഷ്യൻ ജീവിക്കണം. അതിനു മുമ്പ് ഈ കുഞ്ഞിനെ ഇങ്ങനെ കൈ കിട്ടി എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെ അറിഞ്ഞുകൂടാത്ത അവസ്ഥയിൽ നേരെ പള്ളിയിലോട്ട് ചെന്ന് ക്രൂശിത രൂപത്തിന് മുമ്പിൽ മുട്ടുകുത്തിയിട്ട് കരഞ്ഞോണ്ട് ചോദിച്ചു, ഞാൻ എന്നാ ചെയ്യണ്ടേ? അപ്പോൾ ഇങ്ങനെ മറുപടി, കർത്താവ് കുരിശേ കിടന്നുകൊണ്ട് മറുപടി പറഞ്ഞു, അനിയ, ഞാൻ ചെയ്ത പോലെ ചെയ്യാൻ പറഞ്ഞു. നീ എന്നാ ചെയ്തേ? അടിച്ചവർക്ക് പുറവും തടി വീശവരച്ചവർക്ക് കവിളും ഞാൻ കാണിച്ചു കൊടുത്തു. നിന്നയിൽ നിന്നോ തുപ്പലിൽ നിന്നോ ഞാൻ മുഖം തിരിച്ചില്ല. ഞാൻ എൻ്റെ മുഖം ശിലാതുല്യമാക്കി. കൊല്ലാൻ കൊണ്ടുപോകുന്നവരുടെ മുമ്പിൽ ആടിനെ പോലെ ഞാൻ മൗനം പാലിച്ചു. ഞാൻ വാ തുറന്നില്ല, ഉരിയാടിയില്ല. അവൻ്റെ മൗനം ദേശത്തിൻ്റെ അധിപതിയെ നടുക്കി. ഇത്രയും ആരോപണങ്ങൾ നിനക്കെതിരെ അവർ പറയുന്നു, നീ ഒന്നും പറയുന്നില്ലേ എന്ന് ദേശത്തിൻ്റെ അധിപൻ ചോദിച്ചു. എന്നിട്ടും അവനൊന്നും മിണ്ടിയില്ല. ഇതൊക്കെയാണ് ഞാൻ ചെയ്തത്. എന്നാ ഒന്നും മിണ്ടുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ കൊച്ചിനെ വളർത്തി ജീവിക്കാൻ തീരുമാനിച്ചത്. കുറേ നാളുകൾക്ക് ശേഷം ഇതുപോലെ വീണ്ടും ആ സ്ത്രീ തിരിച്ചെത്തി, എല്ലാം തുറന്നു പറഞ്ഞു. കുക്ക് ചെയ്ത, ഫാബ്രിക്കേറ്റ് ചെയ്ത ഒരു കഥയായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം ബോധ്യപ്പെട്ടു. അപ്പോൾ ഈ മനുഷ്യൻ ഒരക്ഷരം പോലും ഉരിയാടാതെ, അന്നരവും ആ സ്ത്രീയെ കുറ്റം വിധിക്കാതെ ഈ മനുഷ്യൻ ജീവിച്ച ഈ ഹെൻറി സൂസോയുടെ ജീവിതകഥയുണ്ട്. ഒത്തിരി ആളുകളുണ്ട് സഭയിൽ. വേറൊരു ജീവനാണിത്, വേറൊരു ജീവൻ. ഈ ആകാശപ്പറവകളുടെ കുറ്റിക്കലച്ചൻ ഓർമ്മയുണ്ടാവും? കുറ്റിക്കലച്ചൻ ട്രെയിനിൽ കയറിയ സമയത്ത് ഒരു സഹോദരി അച്ഛന്മാരെയും കന്യാസ്ത്രീകളെയും സഭയും മുഴുവൻ പുലഭ്യം പറയാൻ തുടങ്ങി, പച്ചത്തെറി പറയാൻ തുടങ്ങി. ഒരു കാരണമില്ലാതെ, അച്ഛനെ ഒരു പരിചയമില്ലാത്ത സ്ത്രീ അച്ഛൻ്റെ വേഷത്തിൽ ഒരാളെ കണ്ടപ്പോൾ അച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെയും മുഴുവൻ പുലഭ്യം പറയുക. കമ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായിരുന്ന ആളുകൾ ഉൾപ്പെടെ എല്ലാവരും അസ്വസ്ഥരായി. ആ സമയത്ത് കുറ്റിക്കലച്ചൻ ഒന്നും നോക്കിയില്ല. ഒരു ട്രെയിനിൻ്റെ 2 സീറ്റുകൾക്കിടയിൽ എന്താ അകലമുണ്ടെന്ന് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ. അതിനകത്ത് നല്ല വലിപ്പമുള്ള അച്ഛനാണ്. വളരെ കഷ്ടപ്പെട്ട് ആയാസപ്പെട്ട് ഈ സ്ത്രീയുടെ മുമ്പിൽ മുട്ടുകുത്തി കാലെ പിടിച്ച് കെട്ടിപ്പിടിച്ച് കരഞ്ഞ് ചുംബിച്ചിട്ട് പറഞ്ഞു, അച്ഛന്മാരുടെ ഭാഗത്തു നിന്നും സിസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നും എന്തേലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ പെങ്ങളെ എന്ന് പറഞ്ഞു. ആ കമ്പാർട്ട്മെൻറ്റിൽ ഒരു വെളിച്ചം. ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. പറഞ്ഞേ ഹല്ലേലൂയാ. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് എനിക്ക് പറയാൻ എളുപ്പമാണിത്, എനിക്ക് പാടാണിത്, നിങ്ങൾക്കും പാടായിരിക്കും ഇത് പറയുകയാണ് ജീവൻ. ഇപ്പം ജീവൻ എന്താണെന്ന് പിടിയിട്ടുന്നുണ്ടോ? ജീവൻ
ഇത് മരണത്തിന് ശേഷമുള്ള നിത്യജീവൻ മാത്രമല്ല, മറ്റൊരു നിലവാരത്തിൽ ജീവിക്കാൻ പറ്റുന്ന ഒരു ജീവൻ. സാധാരണ മനുഷ്യർ ജീവിക്കുന്നതിൻ്റെ അപ്പുറത്തുള്ള ഒരു ജീവന്റെ നിലവാരം. അതാണ് യോഹന്നാൻ ഉദ്ദേശിക്കുന്ന ജീവന്റെ ഒരർത്ഥം. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. ഇനി ശ്രദ്ധിക്കണം. ഇനി യോഹന്നാൻ 6:63 ഒരു വാക്യമുണ്ട്, അത് വായിക്കാം. യോഹന്നാൻ 6:63. യോഹന്നാൻ 6:63 വായിക്കാം. ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഒന്നുകൂടെ വായിക്കാം. ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ ഈ വാക്കുകൾ. അപ്പോൾ മടുത്തോ? അങ്ങനെ പറയാവൂ. അതായത് നല്ലപോലെ ശ്രദ്ധിച്ചാലേ ഈ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ശരിക്കും ഞാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ, ഇപ്പോൾ വലിയൊരു ക്രൗഡിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണിത്. ചെറിയ ഗ്രൂപ്പൊക്കെയാണ് ചോദിച്ചും പറഞ്ഞും ഒക്കെ ഇത് മനസ്സിലാക്കാം. വലിയൊരു ക്രൗഡിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇത് പറയാൻ എനിക്കൊരു ധൈര്യം പരിശുദ്ധാത്മാവ് തരുന്നെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള കൃപയും നിങ്ങൾക്ക് തരും. മനസ്സിലായി? പറയാൻ എനിക്കൊരു ധൈര്യം തരുന്നുണ്ടെങ്കിൽ ഇത് പറയാൻ, കാരണം പറയുമ്പോൾ ഇത് മനസ്സിലാകുമോ എന്നൊരു ഭയം ഉണ്ട് എല്ലാവർക്കും. അപ്പോൾ എനിക്ക് പറയാനൊരു ധൈര്യമുണ്ട് ഇത് പറയാൻ. അപ്പം മനസ്സിലാക്കാനുള്ള കൃപ ദൈവം തരും. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ മതി. അതായത് ഇതൊക്കെ ഒത്തിരി പശ്ചാത്തലങ്ങളിലൂടെ പോയാൽ മാത്രം മനസ്സിലാവുന്ന വചനങ്ങളാണ്. ഒത്തിരി നമ്മൾ കേട്ടിട്ടുള്ള വചനമാണ്, പക്ഷെ അർത്ഥം അധികം മനസ്സിലാക്കിയിട്ടില്ല. യോഹന്നാൻ 6:63 മനസ്സിരുത്തി ഒന്ന് വായിച്ചേ. അർത്ഥം മനസ്സിലാവണമെന്ന് ആഗ്രഹിച്ച് വായിക്കണം. യോഹന്നാൻ 6:63 വായിക്കാം. ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ ഈ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. അങ്ങനെയാണെങ്കിൽ വളരെ സാവധാനത്തിൽ ആലോചിച്ച് ഉത്തരം പറയണം. ഞാൻ നിങ്ങളോട് പറഞ്ഞ ഈ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. ഏത് വാക്കുകൾ? അതിനുത്തരം കിട്ടിയാലേ ഇതിനുത്തരം കിട്ടൂ. ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ ഈ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. ഏത് വാക്കുകൾ? ഇത് യോഹന്നാൻ 6-ാം അധ്യായത്തിലാണല്ലോ. അപ്പോൾ ഏത് വാക്കുകളായിരിക്കും? എക്സാക്ട്ലി. മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്താലേ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാവൂ എന്നാണ് 6-ൽ തിരിച്ചും മറിച്ചും തലങ്ങും വിലങ്ങും പറഞ്ഞുകൊണ്ടിരുന്ന വാക്കുകൾ. അതാണ്. അതായത് മനുഷ്യന് മനസ്സിലാകാൻ വേണ്ടി തിരിച്ചും മറിച്ചും എല്ലാം ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് 6-ാം അധ്യായത്തിൽ. നിങ്ങൾ എൻ്റെ ശരീരം ഭക്ഷിക്കണം, എൻ്റെ രക്തം പാനം ചെയ്യണം, അപ്പോൾ നീ ജീവൻ ഉണ്ടാവും, ഞാൻ നിങ്ങളിൽ വസിക്കും, നിങ്ങൾ എന്നിൽ വസിക്കും. ഇങ്ങനെ തന്നെയും പിന്നെ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് യോഹന്നാൻ 6-ൽ. അപ്പോൾ ശ്രദ്ധിക്കുക. യോഹന്നാൻ 6:63 പറയുന്നു, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ ഈ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. ഏത് വാക്കുകൾ? നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കണം, രക്തം പാനം ചെയ്യണം. ആ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. അപ്പം അതായത് ആ വാക്കുകൾക്ക് ആത്മാവിനെയും ജീവനെയും തരാൻ പറ്റൂ. ഏത് വാക്കുകൾക്ക്? കുർബാന സ്വീകരിക്കണമെന്ന് പിടിയിട്ടുന്നോ? എൻ്റെ ശരീരം ഭക്ഷിക്കണം, എൻ്റെ രക്തം പാനം ചെയ്യണം എന്ന വാക്കുകൾ ആത്മാവും ജീവനുമാണ്. എന്ന നിർദ്ദേശം ആത്മാവും ജീവനാണ് എന്ന് പറഞ്ഞാൽ ആ നിർദ്ദേശം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ആത്മാവും കിട്ടും, ജീവനും കിട്ടും. അതിന് മുമ്പ് പറഞ്ഞ എന്താ? ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ലേ? പറ. ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ലേ? ശരീരം കൊണ്ടല്ലേ ഞാനിത് നിങ്ങളോട് പറയുന്നത്. ശരീരം കൊണ്ടല്ലേ നിങ്ങൾ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്നത്. ശരീരം കൊണ്ടല്ലേ നിങ്ങൾ ജോലി ചെയ്യുന്നത്. ശരീരം കൊണ്ടല്ലേ നിങ്ങൾ പണം ഉണ്ടാക്കിയത്. ശരീരം കൊണ്ടല്ലേ നിങ്ങൾ നിങ്ങളുടെ മക്കളെ സ്നേഹിച്ചത്. പിന്നെ ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ ശരിയാവും? പറ. അത് മാത്രമല്ല, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ പശ്ചാത്തലത്തിൽ ഒന്നിനും എന്നല്ല. എന്തിനാ ഉപകരിക്കാത്ത? നമ്മൾ നേരത്തെ പ്രസ്താവിച്ച നിലവാരമുള്ളൊരു ജീവനില്ലേ, ആ ജീവൻ ഈ ശരീരത്തിൽ നിന്ന് ഉണ്ടാവില്ല. ഇപ്പൊ കുറ്റിക്കലച്ചൻ പെരുമാറിയ പോലെയും ജെറാർഡ് മജല്ല പെരുമാറിയ പോലെയും ഹെൻറി സൂസോ പെരുമാറിയതുപോലെയും പെരുമാറാൻ ഈ സ്വാഭാവിക ജീവനുള്ള മനുഷ്യന് പറ്റില്ല. ഈ വീണുപോയ മനുഷ്യപ്രകൃതിക്ക് പറ്റില്ല, ഈ ജഡത്തിന് പറ്റില്ല. വീണ്ടെടുക്കപ്പെടാത്ത ഒരു ജഡത്തിന് ഈ ജീവന്റെ നിലവാരം പ്രദർശിപ്പിക്കാൻ പറ്റില്ല. യേശുവിൻ്റെ ജീവിതം ജീവിക്കാൻ പറ്റില്ല.
യേശു പറഞ്ഞതുപോലെ പ്രവർത്തിക്കാൻ പറ്റില്ല. 1 മൈൽ ദൂരം പോകാൻ ആവശ്യപ്പെടുന്നവൻ്റെ കൂടെ 2 മൈൽ ദൂരം പോവുക. എടുക്കുന്നവന് നിന്റെ വസ്തുക്കൾ എടുത്തുകൊണ്ട് പോകുന്നവനോട് തിരിച്ചു ചോദിക്കരുത്. ഉടുപ്പെടുക്കുന്നവന് മേലം കൂടി കൊടുക്കുക. വായ്പ വാങ്ങാൻ ഇച്ഛിക്കുന്നവന് അടുത്തു നിന്ന് ഒഴിഞ്ഞു മാറരുത്. ഒരു ചകിട്ടത്തടിക്കുന്നവന് മറു ചകിട്ടോട് കാണിച്ചു കൊടുക്കുക. ഇത് സ്വാഭാവിക മനുഷ്യന് പറ്റുമോ? പറ. പറ്റത്തില്ലെന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. പറ്റത്തില്ല. മലേഷ്യയിലെ ഒരു ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ ഒരു ഇസ്ലാം മതത്തിൻ്റെ അപ്പോളജിസ്റ്റ്, ഒരു മതപ്രഭാഷകൻ വന്നിട്ട് പ്രസംഗിക്കുകയാണ്. അപ്പം അദ്ദേഹം പ്രസംഗിച്ച സമയത്ത് അദ്ദേഹം ആയിരക്കണക്കിന് വിദ്യാർത്ഥികളിരിക്കുന്ന, മജോറിറ്റി ഇസ്ലാം മതത്തിൽപ്പെട്ട വിദ്യാർത്ഥികളിരിക്കുന്ന ഒരു ഓഡിറ്റോറിയത്തിനകത്ത് അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം പ്രസംഗിച്ചത് ഇസ്ലാമിനെ കുറിച്ചായിരുന്നില്ല. അദ്ദേഹം പ്രസംഗിച്ച വിഷയം ഇതാണ്: ക്രിസ്തു പ്രസംഗിച്ച ആശയങ്ങൾ ജീവിക്കാൻ പറ്റാത്തതാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗ വിഷയം ഇതാണ്: ക്രിസ്തു പ്രസംഗിച്ച ആശയങ്ങൾ ജീവിക്കാൻ പറ്റാത്തതാണ്. അപ്പം ഇങ്ങനെ പ്രസംഗിച്ച് ഓരോന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹാൻഡ്ഫുൾ ഓഫ് ക്രിസ്ത്യൻസേ ഉള്ളൂ അവിടെ. ഒരു വിരലിലുണ്ടാവുന്ന വിദ്യാർത്ഥികളെ ഉള്ളൂ അവിടെ. അവരുടെ കൂട്ടത്തിൽ ഒരു ക്രിസ്ത്യൻ ടീച്ചറുണ്ട്. അദ്ദേഹം കൈപൊക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു, സാർ, നിങ്ങൾ നിങ്ങളുടെ മതത്തെക്കുറിച്ച് പ്രസംഗിച്ചോളൂ. നിങ്ങളെന്തിനാണ് കണ്ടിന്യൂസ് ആയിട്ട് 1-2 വാചകമാണെങ്കിൽ ഞങ്ങൾ ടോളറേറ്റ് ചെയ്യാം. നിങ്ങൾ ഈ കഴിഞ്ഞ 1 മണിക്കൂറായിട്ട് മുഴുവൻ ക്രിസ്ത്യാനിറ്റി കൊള്ളത്തില്ല, ക്രിസ്ത്യാനിറ്റി നിങ്ങളുടെ മതം ശ്രേഷ്ഠമാണെങ്കിൽ നിങ്ങൾ അത് പ്രസംഗിക്കൂ. ക്രിസ്ത്യാനിറ്റി കൊള്ളത്തില്ല, ക്രിസ്തീയ മൂല്യങ്ങൾ ജീവിക്കാൻ പറ്റില്ല, ക്രിസ്തു പ്രസംഗിച്ച ആശയമൊന്നും എല്ലാം ഉട്ടോപ്യൻ ആശയങ്ങളാണ്, അത് ജീവിക്കാൻ പറ്റാത്തതാണ് എന്ന് നിങ്ങൾ എന്തിനാണ് പ്രസംഗിക്കുന്നത്? അപ്പോൾ അദ്ദേഹം ആ സ്റ്റേജിൽ നിന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അത് ഞാൻ വീണ്ടും പറയുന്നു, അത് പറ്റില്ല. അപ്പോൾ അധ്യാപകൻ അവിടെ നിന്ന് പറഞ്ഞു, പറ്റും, അങ്ങനെ പറ്റുന്നവരാണ് ഞങ്ങൾ, അങ്ങനെ ജീവിക്കുന്നവരാണ് ഞങ്ങൾ, എന്നാ ഇങ്ങ് വരാൻ പറഞ്ഞു. വന്നു, സ്റ്റേജിലോട്ട് കയറ്റി, മുഖം അടച്ചൊരൊറ്റ അടി കൊടുത്തു. ഒറ്റ അടി. എന്നിട്ട് പറഞ്ഞു, ഷോ മീ ദി അതർ ചീക്ക്, മറ്റേ കർണം കാണിക്കാൻ പറഞ്ഞു. ഓർക്കാപ്പുറത്താണ് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ മുമ്പിൽ വെച്ച് നാണം കെട്ട് ഹ്യൂമിലിയേറ്റ് ചെയ്യപ്പെട്ട് അടി കൊണ്ട് നിൽക്കുന്ന ഈ മനുഷ്യൻ സമനില വീണ്ടെടുത്ത് കാര്യത്തിൻ്റെ ഗൗരവം പിടികിട്ടി നേരെ മറ്റേ കർണം കാണിച്ചു കൊടുത്തു. മറ്റേ കർണത്തെ അദ്ദേഹം അടിച്ചില്ല. അടിക്കുന്നതിന് പകരം അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ ഗുരു പറഞ്ഞിട്ടുണ്ട് ഉടുപ്പെടുക്കുന്നവന് മേലങ്കി കൂടെ കൊടുക്കണമെന്ന്. നിനക്ക് മേലങ്കി ഇല്ലല്ലോ, അതുകൊണ്ട് ആദ്യം ഉടുപ്പൂരാൻ പറഞ്ഞു. തൻ്റെ വിദ്യാർത്ഥികളുടെ മുമ്പിൽ വെച്ച് ഈ അധ്യാപകൻ ഉടുപ്പൂരിയിട്ട് പറഞ്ഞു, ഉടുപ്പെടുക്കുന്നവന് മേലങ്കി കൂടി കൊടുക്കണമെന്നല്ല പറഞ്ഞു, മേലങ്കി ഇല്ലാത്തതുകൊണ്ടേ പാൻഡൂരാൻ പറഞ്ഞു. നിങ്ങൾ ഓർക്കണം, യൂണിവേഴ്സിറ്റിയാണ്, വിദ്യാർത്ഥികളാണ്, ഇദ്ദേഹം അധ്യാപകനാണ്, പരസ്യവേദിയാണ്, പൊതുവേദിയാണ്. മൈക്കിനടുത്തേക്ക് ചെന്ന് ഈറനണിഞ്ഞ മിഴികളുമായി ഈ അധ്യാപകൻ തൻ്റെ വിദ്യാർത്ഥികളോട് പറഞ്ഞു, ഫൊർഗീവ് മീ ഫോർ ഡൂയിങ് ദിസ്, ഞാനിപ്പോൾ ഇനി ചെയ്യാൻ പോകുന്ന കാര്യത്തെ പ്രതി എന്നോട് ക്ഷമിക്കുക. എന്നിട്ട് അദ്ദേഹം എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തൻ്റെ പാൻറ്റൂരി ഈ മനുഷ്യൻ്റെ കൈ കൊടുത്തിട്ട് അടിവസ്ത്രത്തിൽ നിന്നു. വിദ്യാർത്ഥികളെല്ലാം തലകുനിച്ച് നാണം കെട്ടിരിക്കുമ്പോൾ മറ്റേ മനുഷ്യൻ വീണ്ടും ഒന്നും പറഞ്ഞില്ല. ഈ ഉടുപ്പും പാൻറ്റും തിരികെ കൊടുത്തു. കയ്യിൽ ഇങ്ങനെ എടുത്ത് പിടിച്ച ഷർട്ടും പാൻറ്റുമായിട്ട് ഈ അടിവസ്ത്രം മാത്രം ധരിച്ച് ഇതിന് നടുവിലൂടെ നടന്ന് നാണം കെട്ട് അദ്ദേഹം തൻ്റെ മുറിയിലേക്ക് പോയി. ഈ സമ്മേളനം അവസാനിച്ചു. 100 കണക്കിന് ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലെ ഇസ്ലാം മതത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ ഈ അധ്യാപകൻ്റെ മുറിയുടെ വാതിക്കൽ വന്ന് മണിക്കൂറുകളായി മുട്ടി വിളിച്ചുകൊണ്ടേയിരുന്നു. സാർ, 1 മിനിറ്റ് നേരത്തേക്കൊന്ന് തുറക്കാവോ, സാർ പ്ലീസ് 1 മിനിറ്റ് നേരത്തേക്കൊന്ന് തുറക്കാവോ. കരഞ്ഞ് കലങ്ങിയ കണ്ണുകളും വീർത്ത മുഖവുമായി ഈ അധ്യാപകൻ വാതിൽ തുറന്നു. എന്താന്ന് ചോദിച്ചു. കൈകൂപ്പിയിട്ട് കണ്ണ് നിറഞ്ഞ് ആ കുട്ടികൾ പറഞ്ഞു, സാർ, ഓഡിറ്റോറിയത്തിൽ സംഭവിച്ചതിന് ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. പിന്നെ ഒരു കാര്യത്തിന് സാറിനോട് ഒത്തിരി നന്ദിയുണ്ട്. ക്രിസ്തു പറഞ്ഞ ആശയങ്ങൾ ജീവിക്കാൻ പറ്റുമെന്ന് തെളിയിച്ചു തന്നതിന്, പ്രൂവ് ചെയ്തതിന് നന്ദിയുണ്ട്. ഒരു കാര്യത്തിന് സാറിനോട് നന്ദിയുണ്ട്. ക്രിസ്തു പറഞ്ഞ ആശയങ്ങൾ ജീവിക്കാൻ പറ്റുമെന്ന് തെളിയിച്ചു തന്നതിന്. പറഞ്ഞേ ഹല്ലേലൂയാ.
2000 വർഷത്തെ തിരുസഭയുടെ ചരിത്രത്തിൽ വെർബാറ്റിം അക്ഷരം പ്രതി ഇതനുസരിച്ച് ജീവിച്ച ലക്ഷക്കണക്കിന് ആളുകൾ തിരുസഭയിലുണ്ട്. അവർക്കുണ്ടായിരുന്നത് ജീവന്റെ മറ്റൊരു വ്യാപാര തലമായിരുന്നു, ജീവന്റെ മറ്റൊരു വെളിപ്പെടുത്തലിന്റെ തലമായിരുന്നു. ആ ജീവൻ ജനറേറ്റ് ചെയ്യാൻ ഈ വീണുപോയ മനുഷ്യപ്രകൃതിക്ക് പറ്റില്ല. പറഞ്ഞേ ഹല്ലേലൂയാ. തീരുമാനം എടുത്താണ്ടോ, നല്ല നല്ല ഡിസിഷൻ എടുത്തോണ്ടോ, നല്ല ആശയങ്ങൾ സ്വീകരിച്ചോണ്ടോ ഒരാളുടെ അകത്തുനിന്ന് ഇത്തരം പെരുമാറ്റങ്ങൾ വരില്ല. ഈശോ പറയാണ്, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ദ ഫ്ലഷ് ഈസ് യൂസ്ലെസ് എന്നാണ് ഒരു ഇംഗ്ലീഷ് വേർഷൻ. ഫ്ലഷ് പ്രോഫിറ്റ്സ് നത്തിങ് എന്നാണ് വേറൊരു ഇംഗ്ലീഷ് വേർഷൻ. എന്ന് പറഞ്ഞാൽ ഫ്ലഷിൽ നിന്ന് ഇത് വരുത്തില്ലെന്ന്. ഇപ്പൊ പിടി കിട്ടിയോ? ഈ ശരീരത്തിൽ നിന്ന്, നമ്മുടെ സ്വാഭാവിക ശരീരത്തിൽ നിന്ന് ഇങ്ങനെ ഒരു ഉയർന്ന ജീവൻ ഉണ്ടാവത്തില്ലെന്ന്. അപ്പൊ പിന്നെ അതുണ്ടാവണേ എന്ത് ചെയ്യണം? അതിന് ഈ ശരീരത്തിന് പകരം ആ ജീവൻ ഒരിക്കൽ ഈ ഭൂമിയിൽ വെളിപ്പെട്ട വേറൊരു ശരീരമുണ്ട്. ആ ജീവൻ ഈ ഭൂമിക്ക് പ്രത്യക്ഷപ്പെടുത്തി കാണിച്ചു കൊടുത്ത വേറൊരു ശരീരമുണ്ട്. അതാരുടെ ശരീരമാണ്? യേശുവിൻ്റെ ശരീരം. അതുകൊണ്ട് നിങ്ങളുടെ ശരീരം കൊണ്ട് പറ്റാത്ത ഈ ജീവൻ നിങ്ങളിൽ വെളിപ്പെടുന്നതിന് ഞാൻ ആ ജീവൻ നിറഞ്ഞിരിക്കുന്ന എൻ്റെ ശരീരം നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങളിൽ ആ ജീവൻ വെളിപ്പെടും. പറഞ്ഞേ ഹല്ലേലൂയാ. ഇപ്പൊ പിടി കിട്ടിയോ? അതാണ് എൻ്റെ അർത്ഥം. ഇപ്പൊ മനസ്സിലാവുന്നുണ്ടോ അത്? അതായത് നിങ്ങൾക്ക് പറ്റാത്ത ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. വിശുദ്ധ കുർബാനയുടെ നിലവാരം വേറൊരു തലത്തിലേക്ക് പോവാണ്. എന്തിനാണ് ഈശോ കുർബാന തന്നത്? വെറുതെ ഒരു ഭക്ഷണം തരാനല്ല. അതായത് നമ്മൾ ഇങ്ങനല്ല ജീവിക്കേണ്ടത്, നമ്മൾ ഇങ്ങനല്ല പെരുമാറേണ്ടത്, നമ്മൾ ഇങ്ങനല്ല ലോകത്തോട് ഇടപെടേണ്ടത്. നമ്മുടെ ജീവിത നിലവാരം ഇതല്ല. അപ്പോൾ ഉയർന്ന ഒരു നിലവാരത്തിലേക്ക് വിളിക്കപ്പെട്ടൊരു ജനതയ്ക്ക് അതിനുള്ള പൊട്ടൻഷ്യൽ ഇല്ല. നാച്ചുറലി, ഈ നാച്ചുറൽ സെൽഫിന് അതിനുള്ള കഴിവില്ല. അപ്പം അതുകൊണ്ട് ആ കഴിവ് തരാൻ യേശു പറഞ്ഞു, എൻ്റെ ശരീരം, എൻ്റെ രക്തം നിങ്ങൾ വിശ്വാസത്തിൽ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുമ്പോൾ നിങ്ങളിൽ എന്ത് ചെയ്യും? എൻ്റെ ശരീരം, നിങ്ങൾ എൻ്റെ ശരീരമായിട്ട് മാറും, എൻ്റെ ശരീരമായിട്ട് മാറും. ആ ശരീരമാണ് ഉയർപ്പിക്കപ്പെടാൻ പോണത്. മനസ്സിലാവുന്നുണ്ടോ? പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ കുർബാന എന്തിനാ? പറ. ജീവനുണ്ടാവാൻ. ജീവൻ എന്താന്ന് മനസ്സിലായോ? നമ്മളിപ്പോൾ പെരുമാറുന്ന വിധത്തിൽ നിന്ന് വ്യത്യസ്തമായി പെരുമാറുന്നൊരു ജീവിതശൈലി രൂപപ്പെടാനുള്ള ഭക്ഷണമാണ് കുർബാന. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിങ്ങൾ പിടിയിട്ടുന്നുണ്ടോ? ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ ഈ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. എഴുന്നേറ്റ് നിൽക്കാം, എഴുന്നേറ്റ് നിൽക്കാം. ഇനി നമുക്കതുകൊണ്ട് അപ്പോൾ കണ്ടോ, കുർബാന സ്വീകരിക്കുന്നതിൻ്റെ ഉത്തരവാദിത്തം വേറെയായി. കുർബാന സ്വീകരിച്ചിട്ട് ഇനി ഒരുത്തനെ പോയി ചീത്ത വിളിക്കാൻ പറ്റത്തില്ല. മനസ്സിലായി? അത് ശരിക്കും പറഞ്ഞാൽ അത് ഒരാളുടെ ജീവിതത്തിലെ വ്യത്യസ്തമായ എന്ന് പറഞ്ഞാൽ വേറൊരു നിലവാരത്തിലേക്ക് ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ കുർബാന നമ്മളെ സംബന്ധിച്ച് ഒരു വൈരുദ്ധ്യവും ഒരു അസംബന്ധവുമായി മാറും, ഒരു വൈരുദ്ധ്യമായിട്ട് മാറും. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ കുർബാന സ്വീകരിച്ചിട്ട് പോയി വഴക്കുണ്ടാക്കാൻ പറ്റത്തില്ല. കുർബാന സ്വീകരിക്കുന്നവർക്ക് വഴക്കുണ്ടാക്കാൻ പറ്റത്തില്ല. വേറൊരു നിലവാരം ജീവിക്കാൻ നമ്മളെ സഹായിക്കുന്ന സ്വർഗീയ ഭക്ഷണത്തിൻ്റെ പേരാണ് കുർബാന. അതുകൊണ്ടാണ് ജീവൻ 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 എന്ന് ആവർത്തിച്ച് അവിടെ കാണുന്നത്. കണ്ണടയ്ക്കാം. ഒന്ന് നന്നായിട്ട് ഹൃദയം തുറന്ന് ശക്തമായിട്ടൊന്ന് കർത്താവിനെ സ്തുതിക്കാം. കരങ്ങൾ ഉയർത്തി സ്തുതിച്ചേ. ഹല്ലേലൂയ. വിശുദ്ധ കുർബാന അപ്പോൾ ആത്മാവിൻ്റെ ഭക്ഷണമാണ് എന്ന് പറയുമ്പോൾ, രണ്ടാമതായിട്ട് ഞാൻ ഒന്നാമത്തെ കാര്യം ജീവൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 2 3 4 അങ്ങനെ എഴുതി പോവാം. ഒന്നാമത്തെ കാര്യം ഇതാണ്, ജീവൻ. ജീവൻ ജീവൻ എന്താണെന്ന് നമ്മൾ ഇത്തിരി സമയം പോയിരുന്നാലും വേണ്ടില്ല, അത് മനസ്സിലാക്കുന്നത് വളരെ വളരെ അത്യാവശ്യമാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ഈ വിശുദ്ധ കുർബാന ഭക്ഷണമാണ്, ആത്മാവിൻ്റെ ഭക്ഷണമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഭക്ഷണം എന്തുകൊണ്ടാണ് ഈശോ അപ്പമായി മാറാൻ തീരുമാനിക്കുന്നത്? ദിവ്യകാരുണ്യ ഭക്ഷണത്തിലൂടെ ഈശോ എന്തുകൊണ്ടാണ് നമ്മോടുകൂടെ വസിക്കാൻ തീരുമാനിച്ചത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ പല ഉത്തരങ്ങളിലൊന്ന്, മനുഷ്യൻ്റെ ശരീരത്തിൽ ആഹാരം അലിഞ്ഞ് ചേർന്ന് മനുഷ്യനുമായി ഒന്നാകുന്നത് പോലെ മനുഷ്യൻ്റെ ശരീരത്തിൽ അലിഞ്ഞില്ലാതാകുന്ന മറ്റൊന്നുമില്ല. മനുഷ്യൻ എല്ലാ ദിവസവും ഭക്ഷിക്കുന്നത് എല്ലാ ദിവസവും ചെയ്യുന്നതാണ് ഭക്ഷണം കഴിക്കുക. അങ്ങനെ കഴിക്കുന്ന ഭക്ഷണം മനുഷ്യൻ്റെ ശരീരത്തിൽ, കഴിച്ച ഭക്ഷണം ശരീരമായിട്ട് മാറുന്നു. ഭക്ഷണവും ശരീരവും
രണ്ടല്ല, പിന്നീട് ഒന്നായിട്ട് മാറുന്നു. ഭക്ഷണം ശരീരമായിട്ട് മാറുന്നു. അപ്പോൾ ഈ ഇൻറ്റിമേറ്റ് യൂണിയൻ, വിശുദ്ധരും പിതാക്കന്മാരും ഒക്കെ വിശുദ്ധ കുർബാനയെ പറയുമ്പോൾ അവർ ഭക്ഷണം, അപ്പം, ഈശോ അപ്പമായത് എന്തിന് എന്ന് പറയുന്ന ഉത്തരങ്ങളിലൊന്ന് ഇതാണ്: അഭേദ്യമായ ഒരാത്മബന്ധത്തിലും ഐക്യത്തിലും ഒന്നായി മാറുന്നതിന് ഈശോ ആഗ്രഹിച്ചു. നമ്മളുമായി ഒന്നായി മാറുന്നതിന്, നമ്മളിൽ യേശു അലിഞ്ഞില്ലാതാകുന്നതിനും നമ്മളോട് അത്രമാത്രം യൂണിയനിൽ, കമ്മ്യൂണിയനിൽ ആകുന്നതിനും യേശു ആഗ്രഹിച്ചു. വിശദീകരിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ അടുത്ത കാര്യത്തിലേക്ക് പോവുകയാണ്. ഇനി അങ്ങനെ ഒന്നാവുമ്പോൾ യോഹന്നാൻ 6 മറ്റൊരു വചനം പറയുന്നത് ഇങ്ങനെയാണ്: എൻ്റെ ശരീരം ഭക്ഷിക്കുകയും, 56, യോഹന്നാൻ 6:56, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ആ ഉറക്കം വായിക്കുന്ന ചേട്ടനാരാ? സന്തോഷം കേട്ടോ, സന്തോഷം, സന്തോഷം, ഒത്തിരി സന്തോഷമായി കേട്ടോ. അപ്പോൾ യോഹന്നാൻ 6:56 വായിച്ചേ: എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. അവനിലും വസിക്കുന്നു. ഇങ്ങോട്ട് നോക്കിയേ, നമ്മൾ കുർബാന സ്വീകരിക്കുമ്പോൾ, ഇങ്ങോട്ട് നോക്കണം, എന്നെ നോക്കണേ. നമ്മൾ കുർബാന സ്വീകരിക്കുമ്പോൾ ഈശോ പറയാണ്, നിങ്ങൾ കുർബാന ഭക്ഷിക്കുമ്പോൾ നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും, നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും. നമ്മൾ പോയി നാവ് നീട്ടി വിശുദ്ധ കുർബാന സ്വീകരിച്ചു. അപ്പം ഈശോ നമ്മളിൽ, അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല അല്ലേ? ഈശോ നമ്മളിൽ, അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല. മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഏതാണ്? നമ്മളെങ്ങനെയാണ് ഈശോയിലാവുന്നത്, അതാണ് ബുദ്ധിമുട്ട്. വിശുദ്ധ ആഗസ്തീനോസിൻ്റെ ആത്മകഥയുടെ പേര് കൺഫെഷൻസ് എന്നാണ്. കൺഫെഷൻസ്, ഏറ്റുപറച്ചിലുകൾ, കൺഫെഷൻസ്. അതിനകത്ത് അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്: ദിവ്യകാരുണ്യം എന്ന ഭക്ഷണം കഴിക്കുമ്പോൾ മനുഷ്യ, ക്രിസ്തു പറയാണ്, മനുഷ്യ, ഞാൻ നിന്നിലല്ല അലിഞ്ഞു ചേരുന്നത്, അല്ലെങ്കിൽ നിന്നിൽ അലിഞ്ഞു ചേരുക മാത്രമല്ല, ഇങ്ങനെയാണ് അഗസ്റ്റിൻ ഉപയോഗിക്കുന്ന വാചകം ഇങ്ങനെയാണ്: യു ആർ നോട്ട് കൺവേർട്ടിങ് മീ ബട്ട് യു ആർ കൺവേർട്ടഡ് ഇൻ ടു മീ. അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ നിങ്ങളിൽ അലിഞ്ഞു ചേരുക മാത്രമല്ല, നിങ്ങൾ എന്നിലേക്ക് രൂപാന്തരപ്പെടുകയാണ്. അതാണ് മനസ്സിലാക്കാൻ പാടാണത്. മനസ്സിലായോ? നമ്മൾ കുർബാന സ്വീകരിക്കുമ്പോൾ നമുക്ക് മറ്റേത് എളുപ്പമാണ്. നമ്മൾ കുർബാന ചെന്ന് സ്വീകരിച്ചു, ഈശോ ഭക്ഷണമായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് വന്നു, നമ്മുടെ ശരീരത്തിൽ അലിഞ്ഞു ചേർന്നു. അപ്പോൾ ഈശോ നമ്മളിൽ, അതൊക്കെയാണ്, ആ ഭാഗം ആർക്കും ബുദ്ധിമുട്ടില്ല. പക്ഷേ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള മേഖല, നമ്മളെങ്ങനെയാണ് അപ്പോൾ ഈശോയിലാവുന്നത്? അതെങ്ങനെയാണ് ലോജിക്കലി, അതെങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? നമ്മളെങ്ങനെയാണ് ഈശോയിലാവുന്നത്? ഇപ്പോൾ ഈ ഇടത്തെ കൈ എടുത്ത്, ഇടത്തെ കൈ, ലെഫ്റ്റ് ഹാൻഡ്, അതിങ്ങനെ ഒന്ന് പിടിക്കാവോ? വിരോധമില്ലെങ്കിൽ. വലത്തെ കൈ എടുത്തേ. അപ്പോൾ ഈ വലത്തെ കൈ, റൈറ്റ് ഹാൻഡ് ഈ ജീസസും ലെഫ്റ്റ് ഹാൻഡ് നമ്മളുമാണെന്ന് വിചാരിക്കുക. നമ്മൾ കുർബാന സ്വീകരിക്കുമ്പോൾ ഈശോ പറയുകയാണ്, ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിലും. ഞാൻ കാണിച്ച പോലെ കാണിക്കണം. കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിഞ്ഞുകൂടാ. ഈ ഇടത്തെ കൈക്ക് അകത്തോട്ട് വലത്തെ കൈ വെക്കണം. അപ്പോൾ ഇപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ ഇടത് കൈ എവിടെയാണ്? വലത് കൈയിൽ. വലത് കൈ എവിടെയാണ്? ഇടത് കൈ. അപ്പോൾ വലത് കൈ ഈശോയും ഇടത് കൈ നമ്മളുമാണെങ്കിൽ, ഇടത് കൈ വലത് കൈയിലും വലത് കൈ ഇടത് കൈയിലെന്ന് പറഞ്ഞാൽ നമ്മൾ ഈശോയിലും ഈശോ, ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കാണിക്കാം, പക്ഷെ എങ്ങനെയാണ് അത് മനസ്സിലാക്കാൻ പറ്റുന്നത്? അതെങ്ങനെയാണ് നമ്മൾ കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മളെങ്ങനെയാണ് ഈശോയായിട്ട് മാറുന്നത്? എനിക്ക് മനസ്സിലാവാൻ എന്നെ സഹായിച്ച ഒരു പ്രിൻസിപ്പിൾ ഞാൻ പറയാം. അതായത് പശു പുല്ല് തിന്നുന്നു. പശു പുല്ല് തിന്നുന്നു. പുല്ല് നിന്ന സ്ഥലത്ത് ഇപ്പോൾ പുല്ല് കാണാനില്ല. ഇപ്പം ചാക്കോച്ചൻ ചോദിക്കുകയാണ്, പുല്ലെവിടെ? ഇപ്പം ആരോ പറയുന്നു, പുല്ല് പശു തിന്നു. ചാക്കോച്ചൻ്റെ സംശയം തീർന്നിട്ടില്ല. അപ്പോൾ പുല്ല് എവിടെ പോയി? അപ്പോൾ കേട്ട ആൾ പറയുന്നു, അല്ല കണ്ടു നിന്ന ആൾ പറയുന്നു, പുല്ല് പശുവിൻ്റെ ശരീരത്തിൽ പോയി. അപ്പോൾ പുല്ലിപ്പോൾ എവിടെ? കണ്ടു നിന്ന ആൾ പറയുന്നു, പുല്ല് പശുവായിട്ട് മാറി. തർക്കമുണ്ടോ?
തർക്കമുണ്ടോ? ഉണ്ടെങ്കിൽ പറയണം. തർക്കമുണ്ടോ? പശു പുല്ല് തിന്നപ്പോൾ പുല്ല് പശുവായിട്ട് മാറി. തർക്കമില്ലല്ലോ. ആ പശുവിനെ ഈ ചാക്കോച്ചൻ തിന്നു. ചാക്കോച്ചൻ കണ്ടു നിൽക്കുക മാത്രമല്ല, ഇത് തന്നെ അവസരമെന്ന് കരുതി ചാക്കോച്ചനത് നോമ്പുകാലം അല്ലായിരുന്നു. ചാക്കോച്ചൻ പശുവിനെ തിന്നു, ബീഫ് തിന്നു, പശുവിനെ തിന്നു. അപ്പൊ ചോദിക്കുകയാണ്, പശു എവിടെ? പശു ചാക്കോച്ചനായിട്ട് മാറി. സംഭവം പിടിയിട്ടിട്ടുണ്ട് അല്ലേ? പശു ചാക്കോച്ചനായിട്ട് മാറി. ഇതിൻ്റെ ഒരു പ്രിൻസിപ്പിളുണ്ട്. അതായത് വെജിറ്റബിൾ ലൈഫാണ് പുല്ല്. വെജിറ്റബിൾ ലൈഫായ പുല്ലിനെ ആനിമൽ ലൈഫായ കൗ തിന്നപ്പോൾ വെജിറ്റബിൾ ലൈഫ് ഈസ് അസിമിലേറ്റഡ് ഇൻ ടു ആനിമൽ ലൈഫ്. മനസ്സിലായോ? സസ്യ ജീവൻ ജന്തുജീവനായിട്ട് മാറി. തർക്കമില്ലല്ലോ? ഇല്ല. ആ ജന്തുജീവനെ മനുഷ്യജീവൻ തിന്നപ്പോൾ ജന്തുജീവൻ മനുഷ്യജീവനായിട്ട് മാറി. തർക്കമില്ലല്ലോ? പ്രിൻസിപ്പിൾ ഇതാണ്. ലെസർ ഫോം ഓഫ് ലൈഫ് ഈസ് അസിമിലേറ്റഡ് ഇൻ ടു ഹയർ ഫോം ഓഫ് ലൈഫ്. പ്രിൻസിപ്പിൾ ഇതാണ്. ലെസർ ഫോം ഓഫ് ലൈഫ് ഈസ് അസിമിലേറ്റഡ് ഇൻ ടു ഹയർ ഫോം ഓഫ് ലൈഫ്. അപ്പോൾ പശു തിന്നു, പശുവിനെ ചാക്കോച്ചൻ തിന്നു. എന്നിട്ട് ചാക്കോച്ചൻ പോയി പള്ളിയിൽ പോയി കുർബാന സ്വീകരിച്ചു. ഈ പ്രോസസ്സ് തീർന്നിട്ടില്ല. ചാക്കോച്ചൻ ബീഫ് തിന്നോടുള്ള ചാക്കോച്ചൻ്റെ കഥ അവസാനിച്ചിട്ടില്ല. ചാക്കോച്ചൻ പോയി കുർബാന സ്വീകരിച്ചു. പ്രിൻസിപ്പിള് താഴെ മുതൽ വന്ന പ്രിൻസിപ്പിൾ കറക്റ്റ് ആണെങ്കിൽ വെജിറ്റബിൾ ലൈഫ് ആനിമൽ ലൈഫായി, ആനിമൽ ലൈഫ് ഹ്യൂമൻ ലൈഫായി. ആ ഹ്യൂമൻ ലൈഫായ ചാക്കോച്ചൻ പോയി കുർബാന സ്വീകരിച്ചപ്പോൾ പ്രിൻസിപ്പിള് വെച്ച് പറയണം, ലെസർ ഫോം ഓഫ് ലൈഫ് ഈസ് അസിമിലേറ്റഡ് ടു ഹയർ ഫോം. അപ്പോൾ ചാക്കോച്ചൻ്റെ ജീവനാണോ യേശുവിൻ്റെ ജീവനാണോ ഹയർ? അപ്പം ചാക്കോച്ചൻ ആരായിട്ട് മാറി? അത്രയേ ഉള്ളൂ. നമ്മൾ യേശുവിനെ സ്വീകരിക്കുമ്പോൾ നമ്മൾ യേശുവിൽ പറഞ്ഞേ ഹല്ലേലൂയാ, നമ്മൾ യേശുവിൽ പ്രിൻസിപ്പിൾ വെച്ചിട്ട് പറയണം, ലെസർ ഫോം ഓഫ് ലൈഫ് ഈസ് അസിമിലേറ്റഡ് ഇൻ ടു ഹയർ ഫോം ഓഫ് ലൈഫ്. അപ്പോൾ ഈ ലെസർ ഫോമായ മനുഷ്യജീവൻ ഈ ദൈവജീവനിലേക്ക് ആവാഹിക്കപ്പെടും. നമ്മൾ യേശുവായിട്ട് മാറുന്നു, യേശുവിൻ്റെ ജീവനായി മാറുന്നു. പറഞ്ഞേ ഹല്ലേലൂയാ. അതാണ് ആഗസ്തീനോസ് പറയുന്നത്, യു ആർ കൺവേർട്ടഡ് ഇൻ ടു മീ. യു ആർ നോട്ട് കൺവേർട്ടിങ് മീ, യു ആർ കൺവേർട്ടഡ് ഇൻ ടു മീ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് യേശുവിൻ്റെ ജീവൻ ലഭിക്കുന്നു. നിങ്ങൾ എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുമ്പോൾ നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും വസിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയാ. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഇന്ന് നിർത്താം. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം. ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ചത് എന്തുകൊണ്ട് അല്ലെ എന്തിനാണ് എന്ന ചിന്തകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം. ഈ ലോകം വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകാനുള്ള സമയമായെന്ന് പെസഹ തിരുനാളിന് മുമ്പ് യേശു അറിഞ്ഞു. ലോകത്തിൽ തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. അത്താഴത്തിൻ്റെ സമയത്ത് ഇത്ര മതി. ഈ 2 വാചകങ്ങൾ ആമുഖമായി പറഞ്ഞിട്ടാണ് അത്താഴ കഥ പറയുന്നത്. ഇതേതത്താഴമാണ്? സെഹിയോൻ മാളികയിൽ വെച്ച് ഈശോ കഴിച്ച പെസഹ അത്താഴമാണ്, അല്ലെങ്കിൽ പരിശുദ്ധ കുർബാന സ്ഥാപിച്ച രാത്രിയാണ് യോഹന്നാൻ 13. യോഹന്നാൻ 13, 14, 15, 16, 17 ഒറ്റ രാത്രിയിലെ സംഭവങ്ങളാണ്. യോഹന്നാൻ 13, 14, 15, 16, 17 ഒറ്റ രാത്രിയിലെ സംഭവങ്ങളാണ്. അതിൻ്റെ ആദ്യ ഭാഗത്ത് യേശു സെഹിയോൻ മാളികയിൽ വെച്ച് ശിഷ്യന്മാരോട് സംസാരിക്കുന്നതാണ് 13. അപ്പോൾ ആ സെഹിയോൻ മാളികയിൽ യേശു കുർബാന സ്ഥാപിക്കുന്ന സംഭവം, പരിശുദ്ധ കുർബാന സ്ഥാപിക്കപ്പെടുന്നു. ആ കുർബാന സ്ഥാപനം നേരിട്ട് വിവരിച്ചിട്ടില്ലെങ്കിലും ആ കുർബാന സ്ഥാപനത്തെ വിവരിക്കുമ്പോൾ, ആ സംഭവം വിവരിക്കുമ്പോൾ യോഹന്നാൻ അതിനാമുഖം എഴുതുന്നത് ഈ 2 വാചകങ്ങൾ കൊണ്ടാണ്. ആ വാചകം ശ്രദ്ധിക്കണം. ഈ ലോകം വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകാനുള്ള സമയമായെന്ന് പെസഹ തിരുനാളിന് മുമ്പ് യേശു അറിഞ്ഞു. അപ്പോൾ 1-ാമത്തെ വാചകം പറയുകയാണ്, ഈ ലോകത്തിൽ നിന്ന് പിതാവിൻ്റെ അടുത്തേക്ക് പോകാനുള്ള സമയമായി. അവൻ ദൈവമായിരുന്നു. ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യനെ പോലെ, ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു.
അവൻ എന്ത് ചെയ്തു? നമ്മുടേതുപോലെ ഒരു ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്നത്. അവൻ ദൈവമായിരുന്നു. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്, അവൻ ദൈവമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്കത് എന്നെ മനസ്സിലാക്കാൻ സഹായിച്ചിട്ടുള്ള ഒരു ഉദാഹരണം ഇതാണ്. ഒരു ജെല്ലി ഫിഷ് അല്ലെങ്കിൽ അക്വേറിയത്തിൽ കിടക്കുന്ന ഏതെങ്കിലും ഒരു മീൻ. അപ്പം നിങ്ങളിങ്ങനെ നോക്കുമ്പോൾ ഈ മീനെല്ലാം കിടന്ന് അടികൂടുകയാണെന്ന് വിചാരിച്ചു. മീനെല്ലാം കിടന്ന് അടികൂടുകയാണ്. അങ്ങനെ അടികൂടി ഓരോ മീനായിട്ട് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഈ മീനിൻ്റെ, ഈ അക്വേറിയത്തിൻ്റെ ഉടമയായി നിങ്ങൾ വിചാരിക്കുന്നു, ഈ മീനിനോടൊന്ന് ഇവിടെ നിന്നിട്ട് പറഞ്ഞിട്ട് ഇതിന് മനസ്സിലാവുന്നില്ല, അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യും, മീനിനെ നന്നാക്കാൻ വേണ്ടി ഞാനൊരു മീനായിട്ട് ഈ അക്വേറിയത്തിനകത്തോട്ട് പോവാണ്. നിങ്ങൾ അങ്ങനെ ചിന്തിച്ചു നോക്കും, നിങ്ങളൊരു മീനായിട്ട് അക്വേറിയത്തിനകത്ത് പോയി കിടക്കണം. ഇതാണ് ദൈവം മനുഷ്യനായെന്ന് പറഞ്ഞാൽ. ഇതിനേക്കാളൊക്കെ ഗ്രാവിറ്റിയാണ് അതിന്. ദൈവം മനുഷ്യനെന്ന് പറയുമ്പോൾ നമ്മളിതൊക്കെ വായിച്ചു പോകുമ്പോൾ അതത്ര ലൈറ്റായിട്ട് തോന്നുന്നെങ്കിലും ദൈവം മനുഷ്യനായി മാറുക എന്ന് പറഞ്ഞാൽ ലിമിറ്റേഷനിലേക്ക്, പരിമിതിയില്ലാത്ത അപരിമേയനായ ദൈവം പരിമിതികളിലേക്ക് വന്നു. അവൻ എല്ലാം ലിമിറ്റേഷനാണ്. പിന്നെ അപ്പം അങ്ങനെ പരിമിതപ്പെട്ട ആ ദൈവം ആ പരിമിതികളെ അതിജീവിച്ച് വീണ്ടും അവൻ പിതാവിൻ്റെ അടുത്തേക്ക്, അവൻ്റെ ആ മഹിമാസ്ഥാനത്തിലേക്ക് മടങ്ങിപ്പോകാനുള്ള സമയമായി എന്ന് യേശു പറഞ്ഞെന്ന് പറഞ്ഞാൽ, ദൈവം ഈ ത്രിത്വൈക ദൈവത്തിൻ്റെ പരിമിതികളില്ലാത്ത ആ നിലവാരത്തിലേക്ക് പോകാനുള്ള ഒരു വിളി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, പിതാവിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ നമ്മൾ വിളിക്കുന്നത് ഒരു മുകളിൽ നിന്ന് എ പുൾ അപ്വേർഡ്, മുകളിലോട്ടൊരു വലി. അത് പിതാവാണ്. ഇങ്ങനെ പിതാവ് ഇങ്ങനെ മുകളിലോട്ട് പിടിക്കുകയാണ്. അങ്ങനെ വിചാരിച്ചു, ഞാൻ മാനുഷിക ഭാഷയെ സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പിതാവ് ഇങ്ങനെ പിതാവിനടുത്തോട്ട് പോകാനുള്ള സമയമായി. അപ്പം അത് ഈ ദൈവത്വം പരിമിതപ്പെട്ട ദൈവത്തിൻ്റെ തിരിച്ചു പോകാനുള്ള ആ ത്വര, ആ ആഗ്രഹം, അത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ സ്ട്രോങ് ആണത്. അവൻ്റെ നിയോഗം പൂർത്തിയാക്കി അവൻ തൻ്റെ ദൈവത്വത്തിൻ്റെ ആ മഹിമയിലേക്ക് സ്വർഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ വലതുഭാഗത്തേക്ക് പോകാനുള്ള ആ പ്രഷറാണ് ആദ്യവാചകം. ഈ ലോകം വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകാനുള്ള സമയമായെന്ന് യേശു അറിഞ്ഞു. അടുത്ത വാചകം എ പുൾ ഡൗൺവേർഡ്. അവൻ തനിക്ക് സ്വന്തമായുള്ളവരെ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. താഴോട്ട് പോകാൻ പറ്റാത്തതുപോലെ ഒരു ബന്ധം ഇവിടെ താഴെ കിടക്കുക. പിടികിട്ടുന്നോ? രണ്ട് പ്രഷറിൻ്റെ നടുവിലാണ് യേശു. ഇപ്പം രണ്ടുപേരും നിന്നിട്ട് എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചാൽ ഞാനിങ്ങനെ കീറിപ്പോകാൻ സാധ്യതയുള്ളതുപോലെ യേശു എ പുൾ അപ്വേർഡ്, എ പുൾ ഡൗൺവേർഡ്, താഴോട്ടും മേളിലോട്ടും വലിക്കുന്ന രണ്ട് പ്രഷർ. നമ്മൾ സ്നേഹിക്കുന്ന പോലല്ല ഈശോ സ്നേഹിക്കുന്നത്. അവസാനം വരെ സ്നേഹിച്ചു, തനിക്ക് സ്വന്തമായുള്ളവർ അവസാനം വരെ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ അവൻ്റെ സ്നേഹത്തിന് പരിമിതിയില്ല, അനന്തമായ സ്നേഹമാണ്, വ്യവസ്ഥയില്ലാത്ത സ്നേഹമാണ്. അപ്പം ആ സ്നേഹം സ്നേഹിച്ച യേശു പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും ഈവൻ യൂദാസിനെയും വരെ സ്നേഹിച്ചത് പരിധിയില്ലാതാണ്. അതുകൊണ്ട് പരിപൂർണ സമ്പൂർണ്ണ സ്നേഹത്തിൻ്റെ പൂർണ്ണ നിർമ്മലതയിൽ ഈശോ നിൽക്കുമ്പോൾ ഈശോയ്ക്ക് ഈ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയൊക്കെ ഇട്ടിട്ട് ഈ മനുഷ്യത്വത്തിൽ ഇട്ടിട്ട് പോവാനും മടിയുണ്ട്. അപ്പം അങ്ങനെ ഒരു രണ്ട് പ്രഷറിന് നടുവിൽ നിൽക്കുന്ന ഈശോ ഒരേ സമയത്ത് പിതാവിൻ്റെ വലതുഭാഗത്ത് മഹത്വത്തിലിരിക്കുമ്പോൾ തന്നെ അതേ പൂർണ്ണതയിൽ അവൻ്റെ ശരീരം, ആത്മാവ്, അവൻ്റെ ശരീരം, രക്തം, ആത്മാവ്, ദൈവത്വം എന്ന് പറഞ്ഞേ. ശരീരം, രക്തം, ആത്മാവ്, ദൈവത്വം. ബോഡി, ബ്ലഡ്, സോൾ, ഡിവിനിറ്റി. ശരീരം, രക്തം, ആത്മാവ്, ദൈവത്വം. സമ്പൂർണത, ക്രിസ്തു രഹസ്യത്തിൻ്റെ സമ്പൂർണതയിൽ, ക്രിസ്തു ആരായിരിക്കുന്നു ആ സമ്പൂർണതയിൽ മഹത്വത്തോടെ പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന അതേ സമയത്ത് തന്നെ അതേ മഹത്വത്തിൽ ശരീരം, രക്തം, ആത്മാവ്, ദൈവത്വം അതേ സമ്പൂർണതയിൽ പത്രോസിൻ്റെ ഉള്ളിലും ആയിരിക്കാൻ കണ്ടെത്തിയ സൊല്യൂഷൻ്റെ പേരാണ് പരിശുദ്ധ കുർബാന. മനസ്സിലായോ? അതായത് മഹത്വത്തിൽ പിതാവിൻ്റെ വലത് അങ്ങോട്ട് പോയി കഴിയുമ്പോൾ ഇവിടെ ഉള്ളവരുടെ കൂടെ
ആയിരിക്കാൻ പറ്റില്ലല്ലോ എന്ന അസ്തിത്വ വേദനയിൽ യേശുവിൻ്റെ ജ്ഞാനം കണ്ടെത്തിയ സൊല്യൂഷനാണ് പരിശുദ്ധ കുർബാന. അതായത് മഹത്വത്തോടെ പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നവൻ ഇവിടെ നമ്മൾ പാപികളായ നമ്മുടെ ഉള്ളിലും അതേ മഹത്വത്തോടെ എഴുന്നള്ളി വരാൻ യേശു കണ്ടെത്തിയ പരിഹാരമാർഗത്തിൻ്റെ പേരാണ് പരിശുദ്ധ കുർബാന. പറഞ്ഞേ ഹല്ലേലൂയാ. ഞാൻ ഇതൊരിക്കൽ മൗണ്ട് കാർമൽ ധ്യാനകേന്ദ്രത്തിൽ ഞാൻ ഈ കാര്യം പറയുമ്പോൾ ഓരോ കാര്യവും ഓരോ മനുഷ്യൻ്റെ ഉള്ളിൽ കയറുന്നത് ഓരോ വിധത്തിലാണ്. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഇപ്പം ദൈവിക കാര്യങ്ങൾ ഓരോ മനുഷ്യരും സ്വീകരിക്കുന്ന ഓരോ വിധത്തിലാണ്. ഇപ്പം ചിലർക്ക് ഇത് തലയിൽ ഒരു അറിവായിട്ട് കിടക്കും. എന്നാൽ ആത്മാവ് തുറക്കപ്പെട്ട ചില മനുഷ്യർക്ക് ഇത് അകത്ത് ഭയങ്കര ദൈവാനുഭവം ഉണ്ടാക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ ആത്മീയ ജ്ഞാനങ്ങൾ പറയുമ്പോൾ അതിന് ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അങ്ങനെ ഞങ്ങളുടെ ധ്യാനകേന്ദ്രത്തിലെ ഒരു അച്ഛൻ ഇതിങ്ങനെ കേട്ടോണ്ടിരിക്കും. ഞാൻ കുർബാനയെക്കുറിച്ച് എന്ത് പറഞ്ഞാലും ഞാൻ കണ്ടിട്ടുണ്ട് ഈ അച്ഛൻ ഇങ്ങനെ നിറഞ്ഞാണ് അത് കേട്ടോണ്ടിരിക്കുന്നത്. അങ്ങനെ അത്രയ്ക്ക് കുർബാനയെ സ്നേഹിക്കുന്ന, ആത്മാവിൽ ഇതിൻ്റെ രഹസ്യങ്ങൾ ബോധ്യങ്ങൾ കിട്ടിയിട്ടുള്ള ഒരു അച്ഛൻ. കുർബാന അർപ്പണമൊക്കെ ഒരു പ്രത്യേകമായ വേറൊരു നിലവാരത്തിലാണ്. അപ്പോൾ അച്ഛൻ ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ സാധാരണയിൽ കവിഞ്ഞ്, സാധാരണ പതിവിന് വിപരീതമായി അച്ഛൻ അതിൽ കൂടുതലായി അന്ന് ഒത്തിരി കരയുന്നത് ഞാൻ കണ്ടു. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കും. അതായത് ഈ പിതാവിൻ്റെ വലതുഭാഗത്തേക്ക് ഉയർത്തപ്പെടാൻ നേരമായി നിറഞ്ഞ ഈശോ പത്രോസിനെ വിട്ടുപിരിയാതിരിക്കാൻ, പത്രോസിൻ്റെ കൂടെ ആയിരിക്കാൻ കണ്ടെത്തിയ മാർഗമായിരുന്നു, ഉപായമായിരുന്നു ദിവ്യകാരുണ്യ സ്ഥാപനം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഒത്തിരി കരയുന്നത് ഞങ്ങൾ. അപ്പോൾ ഈ അച്ഛൻ തിരുവനന്തപുരത്തെ ഒരു വികാരിയച്ഛനാണ്, ഒരു പള്ളിയിലെ വികാരിയച്ഛനാണ്. അപ്പോൾ ആ അച്ഛൻ്റെ പള്ളിയിലാണ് എൻ്റെ അമ്മ പോകുന്നത് കുർബാനയ്ക്ക്. അപ്പം അന്ന് ഇത് ഞാൻ പറയുന്ന ഒരു ശനിയാഴ്ചയാണ്. ആ ശനിയാഴ്ച കഴിഞ്ഞ് ഞായറാഴ്ച അമ്മ എന്നെ എന്നും ഒന്നും വിളിക്കില്ല. ഞാൻ എൻ്റെ അമ്മയും ഞാനും തമ്മിൽ, എൻ്റെ അപ്പൻ എല്ലാ വേറൊരു ബന്ധം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒന്നും വിളിക്കത്തൊന്നുമില്ല. വല്ലപ്പോഴും അത്യാവശ്യത്തിന് വിളിക്കത്തുള്ളൂ. അങ്ങനെയാണ്, അറിയാം, ഇങ്ങനെ ഈ അലഞ്ഞു കിടക്കാമെന്ന് അറിയാവുന്നതുകൊണ്ട് വിളിച്ച് ശല്യപ്പെടുത്തത്തില്ല. അപ്പോൾ അന്ന് എന്നെ അമ്മ 2-3 തവണ വിളിച്ചിരിക്കും. അപ്പോൾ അതാണ് എന്തെങ്കിലും എമർജൻസിക്കാണ് അങ്ങനെ വിളിക്കുന്നത്, അല്ലെങ്കിൽ വിളിക്കില്ല അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇനി എന്തോലും പറ്റിയതാണോ, വയ്യാതിരിക്കുകയാണ് രണ്ടുപേരും, എന്തെങ്കിലും പറ്റിയതാണോ എന്ന് ഓർത്ത് ഞാൻ വേഗം വിളിച്ചപ്പോൾ പറഞ്ഞു, മോനെ ഇന്ന് പള്ളിയിൽ ഒരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്നാന്ന് ചോദിച്ചപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇന്ന് അച്ഛൻ പള്ളിയിൽ ഭയങ്കര കരച്ചിലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ അമ്മ ഇങ്ങനെ പറഞ്ഞു, അമ്മയ്ക്ക് അങ്ങനെ എല്ലാം ഒന്നും വ്യക്തമായിട്ട് പറഞ്ഞു തരാനെന്ന് അറിഞ്ഞുകൂടാ. അമ്മ ഇങ്ങനെ പറഞ്ഞു, കുർബാനയുടെ ആ ഭാഗം എത്തിയപ്പം മോനെ അച്ഛൻ കരഞ്ഞുകൊണ്ട്, പിന്നെ അച്ഛൻ മുന്നോട്ട് കുർബാന ചൊല്ലുന്നില്ല. ഒരു 10 മിനിറ്റോളം അച്ഛൻ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ അച്ഛൻ മുഴുവൻ കരഞ്ഞുകൊണ്ടാണ് ചൊല്ലി തീർത്തത്. അപ്പം അന്ന് ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന സമയമാണ്. അന്ന് രാത്രി കഞ്ഞി കുടിക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചു, ഇന്ന് എന്താ പറ്റിയെന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം എൻ്റെ അടുത്ത് ഇങ്ങനെ മറുപടി പറഞ്ഞു, ഇടാ ഇന്നലെ കുർബാനയെക്കുറിച്ചുള്ള ആ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ എൻ്റെ ഉള്ളിൽ ഇപ്പം നീ പറഞ്ഞത് ഒരാശയമായിരിക്കും, നീ പറഞ്ഞത് കുറേ വാക്കുകളായിരിക്കും, ഒരാശയമായിരിക്കും, പക്ഷേ എനിക്ക് അറിഞ്ഞുകൂടാ, എൻ്റെ ഉള്ളിൽ അത് എനിക്ക് എന്തോ ഇന്ന് വരെ ഞാൻ മനസ്സിലല്ല, എൻ്റെ ആത്മാവിന് ബോധ്യമല്ലാതിരുന്നൊരു കാര്യം എനിക്ക് ഭയങ്കര ബോധ്യമായിട്ട് മാറി. അതെന്നെ പേടിപ്പിക്കുക എന്ന് പറഞ്ഞു. അതെന്നെ പേടിപ്പിക്കുകയാണ്. ഇപ്പം എനിക്കത് ഓർക്കാൻ പോലും വയ്യ, എന്നെ പേടിപ്പിക്കുകയാണ്. അച്ഛൻ പറയാണ്, ഈ മലങ്കര കുർബാനയിലൊരു ഭാഗമുണ്ട്, തൻ്റെ കരുണയാൽ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോട് കൂടെ എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. നമ്മോട് കൂടെ. അപ്പം നിങ്ങൾ കുർബാനയിൽ നമ്മുടെ കൂടെ ബലവാനാം കർത്താവ് എന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും എന്ന് പറയുന്ന പോലെ മലങ്കര കുർബാനയിൽ ദൈവം നമ്മുടെ കൂടെ എന്ന് പറയുന്നൊരു ഭാഗമാണ്. തൻ്റെ കരുണയാൽ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോട് കൂടെ, തൻ്റെ പീഡാനുഭവത്താൽ ഈ ലോകത്തെ വീണ്ടെടുത്ത പരിശുദ്ധനായ ഏകപുത്രൻ നമ്മുടെ കൂടെ, ഉണ്ടായിരുന്നതും ഉണ്ടാകാനിരിക്കുന്നതുമായ സകലത്തിനെയും പൂർണ്ണതയിലെത്തിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ. അച്ഛനോട് പറയാണ്, ദാനിയേലേ ഈ നമ്മുടെ കൂടെ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ ചങ്ക് പൊട്ടിപ്പോവാണ്. ദൈവം എൻ്റെ കൂടെ എന്ന് അൺഇമാജിനബിളായ ഒരു ബോധ്യം എനിക്ക് എൻ്റെ ഉള്ളിൽ തുറക്കപ്പെടുകയാണ്. അതായത് ഞാൻ ഇത്രയും കാലവും കണ്ടതുപോലല്ല, എൻ്റെ കൂടെ എന്ന് ദൈവം എൻ്റെ കൂടെ എന്ന്. അച്ഛൻ എന്നോട് പറയാണ്, എനിക്കത് ഓർക്കാൻ വയ്യ,
അയ്യോ ഞാനിനി എങ്ങനെ കുർബാന ചൊല്ലുമെന്നാണ്. അത് ആ കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ണ് നിറഞ്ഞൊഴുകാണ്. ഞാൻ എങ്ങനെ കുർബാന ചൊല്ലു ഇനി, കാരണം എനിക്കിനി ചൊല്ലാൻ പറ്റില്ല. നിങ്ങൾക്കറിയോ, പിന്നീട് മൗണ്ട് കാർമൽ ധ്യാന കേന്ദ്രത്തിൽ പല ദിവസങ്ങളിലും അച്ഛൻ കുർബാന ചൊല്ലുമ്പോൾ ഞാൻ കയറി കുർബാനയുടെ പ്രാർത്ഥനകൾ ചൊല്ലി സഹായിക്കേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് കരഞ്ഞിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഒത്തിരി പാടുപെട്ടു അദ്ദേഹം അതിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി. അതായത് ഇങ്ങനെ ഡിറ്റാച്ചഡ് ആയിട്ട് നിന്ന് കുർബാന ചൊല്ലാൻ അദ്ദേഹം പിന്നെ ഒത്തിരി കഠിന പ്രയത്നം ചെയ്തിട്ടാണ് ആ ഭാഗം എത്തുമ്പോൾ ഇപ്പൊ കരയാതിരിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയാ. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നത്, ഇത് ആത്മാവിൽ കയറുമ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് വേറെയാണ്. ആത്മാവിൽ പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതായത് ഈശോ തീരുമാനിച്ചു, ഈശോ സ്വർഗത്തിൽ മഹിമയോടെ പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുമ്പോഴും പാവപ്പെട്ട പാപികളായ നമ്മുടെ ഉള്ളിൽ വസിക്കാൻ അവിടുന്ന് തിരുമനസ്സായതാണ് പരിശുദ്ധ കുർബാന. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ഒരു ഒറ്റ കാര്യം, ചെറിയ കാര്യമാണ്, കുറച്ച് 2-3 മിനിറ്റ് എടുക്കുന്നത്, പെട്ടെന്ന് പറഞ്ഞു നിർത്താം. അതുകൊണ്ട് ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഈ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അതുകൊണ്ട് ഞാൻ വായിപ്പിക്കുന്നില്ല. ഇങ്ങനെ ഈ ജനമെല്ലാം വന്നിങ്ങനെ നിൽക്കുന്ന സമയത്ത് പ്രസംഗം കേൾക്കാൻ വന്ന ജനത്തിന് ഭക്ഷണം കൊടുക്കാൻ ഈശോ ആവശ്യപ്പെട്ടു. അപ്പോൾ ഈ അന്ത്രയോസ് പറഞ്ഞു, ഈ ഒരു പയ്യൻ്റെ, അന്ത്രയോസ് ക്രിസ്ത്യൻ ധ്യാനക്കാരനായിരുന്നു, പിള്ളേരുടെ ചാർജായിരുന്നു. അപ്പോൾ അന്ത്രയോസ് ഈ പിള്ളേരെയൊക്കെ സൈലൻസ് പ്ലീസ്, മര്യാദകരിക്കണം, അറ്റൻഷൻ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നതിനിടയിലാണ് ഒരു ചെറുക്കൻ്റെ സഞ്ചിക്കകത്ത് ഈ 5 അപ്പവും 2 മീനും ഇരിക്കുന്ന കണ്ടത്. ഒന്നാമത് ഇതുങ്ങൾ വിശന്ന് വലഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ആരുടെ കയ്യിൽ അപ്പം കണ്ടാൽ ഇവർ നോട്ട് ചെയ്യും. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മനസ്സിലായി? ആ ചെറുക്കന് വേണ്ടി ഒരു ചങ്ങാത്തം കൂടിയാൽ വൈകുന്നേരം വേറെ ആർക്ക് ഭക്ഷണം കിട്ടിയില്ല, അന്ത്രയോസിന് ഇത്തിരി കഴിക്കാമെന്നൊക്കെ അദ്ദേഹം കണക്ക് കൂട്ടി അദ്ദേഹം ഈ ചെറുക്കനുമായിട്ട് ചങ്ങാത്തം സ്ഥാപിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ, ഒരു കൊച്ചൻ്റെ കയ്യിൽ നിന്ന് അവൻ്റെ ലഞ്ച് ബോക്സ് വാങ്ങിക്കാൻ പറ്റുമോ? അത് പാടാണത്. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു പാർട്ട് എ യങ് ബോയ് ഫ്രം ഹിസ് ലഞ്ച് ബോക്സ്. വെരി ഡിഫിക്കൽട്ട്. മനസ്സിലായോ? ഒരു ചെറുക്കൻ്റെ കയ്യിൽ ഇരിക്കുന്ന ചോക്ലേറ്റ് വാങ്ങിച്ചെടുക്കാൻ പറ്റുമോ? അങ്ങനെയൊന്നും പറ്റത്തില്ല. അവന് ജീവൻ ഉണ്ടാവണം അത് തരണമെങ്കിൽ, അല്ല ജീവനില്ലാത്തവന് പറ്റും. അപ്പോൾ അന്ത്രയോസ് ഭയങ്കര കാര്യസമുള്ള ആളാണ്, പിള്ളേരുടെ മിനിസ്ട്രിയാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ത്രയോസ് പറഞ്ഞു 5 അപ്പവും 2 മീനും ഉണ്ട്, അതുകൊണ്ട് എന്തെങ്കിലും. അപ്പോൾ കർത്താവ് പറഞ്ഞു ഒരു കാര്യം ചെയ്തു, അധികം കൊണ്ടുവരാൻ പറഞ്ഞു. അത് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഈശോ എന്ത് ചെയ്തു? ഈശോ പറഞ്ഞു നിങ്ങളെല്ലാം ഇരുത്താൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരും ഇരുന്നു. മലയാളത്തിൽ നമ്മൾ വായിക്കുമ്പോൾ എല്ലാവരും ഇരുന്നു എന്നാണല്ലോ. പക്ഷേ ഇത് ഗ്രീക്കിൽ അതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്കിൻ്റെ ശരിക്കുള്ള ട്രാൻസ്ലേഷൻ റിക്ലൈൻഡ് എന്നാണ്. റിക്ലൈൻഡ് എന്ന് പറഞ്ഞാൽ നല്ല സുഖത്തിൽ ചാരി ഇരുന്നു എന്നാണ്. ചുമ്മാ ഇരുന്നു എന്നല്ല, റിക്ലൈൻഡ് എന്നാണ്. അത് പെസഹ ഭക്ഷണത്തിന് യഹൂദൻ ഇരിക്കുന്ന രീതിയുടെ ബോഡി ലാംഗ്വേജാണ്. റിക്ലൈൻ ചെയ്താണ് ഇരിക്കുന്നത്, ചാരിയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് അവൻ്റെ വക്ഷസിൽ ചാരി കിടന്നുകൊണ്ട് യോഹന്നാൻ ചോദിച്ചെന്നൊക്കെ പറയുന്നു. ഈ ചാരിയ റിക്ലൈനിങ് ആണ് എന്ന് പറഞ്ഞാൽ ഒരാൾ ഭാരങ്ങളില്ലാതെയും ആകുലതകളില്ലാതെയും ഈസി ആയിട്ടും ലാഘവ ബുദ്ധിയോടെയും ഭാരമില്ലാതെയും ഇരിക്കുന്ന ഇരിപ്പിൻ്റെ പേരാണ് റിക്ലൈനിങ്. കുർബാന കഴിക്കാൻ ഇരിക്കാൻ ഈശോ പറഞ്ഞത്, അല്ലെങ്കിൽ ജനം ഇരുന്നത് റിക്ലൈൻ ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ അവർ നല്ല ഭാരമില്ലാത്ത ലഘുവായ ഒരു ഹൃദയത്തോടെ, വേവലാതിയില്ലാത്ത ആകുലതയില്ലാത്തൊരു ഹൃദയത്തോടെ ഇരുന്നു എന്നാണ്. അതൊരു ഭയങ്കര സൂചനയാണ് അതിനകത്ത് കിടക്കുന്നത്. എന്തെന്നറിയാം, ഈ എന്തുകൊണ്ടാണ് ഒരാൾക്ക് ഭാരമില്ലാതെ ഈസി ആയിട്ടിരിക്കാൻ പറ്റുന്നത്? ഒരു മനുഷ്യൻ എന്താണ് ഇങ്ങനെ കൂളായിട്ട് ജീവിക്കാൻ പറ്റുന്നത്? ഒത്തിരി പ്രയാസമുള്ള ആളാണ്, പക്ഷെ എങ്ങനെ ജീവിക്കാൻ പറ്റുന്നത് അറിയാം? അയാൾക്ക് ഒരു ഉറപ്പുണ്ട്, ഈ സകല പ്രശ്നത്തെയും പരിഹരിക്കാൻ പറ്റുന്ന ഉത്തരം കയ്യിലുള്ള ഒരുത്തൻ്റെ അടുത്താണ് ഞാൻ ഈ ഇരിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയാ. ഈ റിക്ലൈൻ ചെയ്യാൻ പറ്റുന്ന എപ്പോഴെന്നറിയോ? അതായത് ഒരാൾക്ക് വന്ന് ഫ്രീ ആയിട്ട് കുർബാനയ്ക്ക് വരുന്ന ഒരുത്തന് ഒരു ഭാരവും ഇല്ലാതെ നിന്ന് ആരാധിക്കാൻ പറ്റുന്നത് താൻ എവിടെയാണ് നിൽക്കുന്നത് എന്ന ബോധ്യമുള്ളത് കൊണ്ടാണ്. എൻ്റെ ജീവനെ വേട്ടയാടുന്ന 10,000 സങ്കീർണ പ്രശ്നങ്ങളെ ഒരൊറ്റ സെക്കൻഡ് പോലും വേണ്ട, ഞാൻ ആരുടെ മുമ്പിലാണോ നിൽക്കുന്നത് അവന് പരിഹരിക്കാൻ എന്ന് ബോധ്യമുള്ളവനാണ് റിക്ലൈൻ ചെയ്യാൻ പറ്റുന്നത്. പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് നമ്മൾ പാടുന്നത്, നമ്മുടെ കൂടെ ബലവാനാം കർത്താവ് എന്നേക്കും, രാജാവാം ദൈവം നമ്മോടൊത്തെന്നും, യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. മനസ്സിലായോ? അത് പാടുന്നവന് അവൻ്റെ ഭാരമില്ല, എൻ്റെ കൂടെ ദൈവം ഉണ്ടെന്ന്. പറഞ്ഞേ ഹല്ലേലൂയാ.
മനസ്സിലായോ? ഓരോ പാട്ടിൻ്റെയും നിലവാരം അപ്പോൾ മാറും. ഇപ്പോഴാണ് ഒരാൾ പാടുന്നത് സർവാധിപനാം കർത്താവേ, സർവാധിപൻ. ഞാൻ എൻ്റെ ചാപ്പലിൽ എഴുതി വെച്ചിട്ടുണ്ട് 3 വാക്ക്: സർവാധിപൻ, സർവശക്തൻ, അത്യുന്നതൻ. ഇത് 3 മതി ഒരാൾക്ക് ജീവിക്കാൻ, ഭാരമില്ലാതെ ജീവിക്കാൻ. ഈ 3 ഉറപ്പ് മതി: സർവാധിപൻ, സർവശക്തൻ, അത്യുന്നതൻ. നമ്മുടെ കൂടെ ബലവാനാം കർത്താവെന്നേക്കും. വെറുതെ പാടരുത്. ഇതാണ് അച്ഛന് കരഞ്ഞിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. എൻ്റെ ദൈവം എൻ്റെ കൂടെ എന്ന്. രാജാവാം ദൈവം നമ്മോടൊത്തെന്നും, യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ഓ, എന്തൊക്കെയാണിത്! ആത്മാവ് തുറക്കപ്പെട്ട് കഴിയുമ്പോൾ ആരാധനയുടെ നിലവാരം മാറും. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. റിക്ലൈനിങ്, ഭാരമില്ലാതെ ചാരി നല്ല 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 രസമായിട്ട് അങ്ങോട്ടിരുന്നു. കുർബാന നമുക്ക് തരുന്നത് ഈ ആയാസരാഹിത്യമാണ്, ഈ ഉറപ്പാണ്, ഈ ലാഘവ ഹൃദയമാണ്, ഭാരമില്ലാത്ത, നുകം വെക്കപ്പെടാത്ത ഒരു ഹൃദയം. ആ സ്വാതന്ത്ര്യമാണ്. എൻ്റെ കൂടെ ജീവിക്കുന്ന ദൈവം ഇറങ്ങി വരികയാണ്. ഹല്ലേലൂയാ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം.